അയ്യോ ഇതാര്? ആരിഫ് ജി. ശരി, ഞാനൊരു ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇറങ്ങായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ കാണുന്നത്. ശരി, ക്ഷീണം തീർക്കാൻ അടുത്ത ലൈവിൽ കയറിയില്ലേ? അതെ, ക്ഷീണം തീർക്കാൻ അടുത്ത ലൈവ്. അല്ല, ക്ഷീണത്തിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ വീഴുന്നതിന് മുന്നേ ഇതും കൂടി ഒന്ന് കണ്ടേക്കാൻ വെച്ചു. കുറെ നാളായല്ലോ. എന്തു പറയുന്നു? സുഖം. നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ടൊരു ലൈവ് ഇടുവാന്ന് വെച്ചു. അല്ല, കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ലൈവ് വീണ്ടും ഒന്ന് ട്രെൻഡിൽ കൊണ്ടുവരാന്ന് വിചാരിച്ചു. പഴയ ശീലങ്ങൾ പുതുക്കുകയാണ്. അത് ശരി. ഞാന് റാസീനെ പ്രതീക്ഷനെ എപ്പോഴും കാണാറുണ്ട്. ഈ സീമാൻ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചില്ല, ഇടക്ക് കണ്ടിട്ടുണ്ട്, കോളിലും അങ്ങനെല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ. പ്രതീഷിന്റെ ഒരു വീഡിയോ ഈ അടുത്ത് ഇങ്ങനെ തംബ്നെയിലായിട്ട് വന്നു. അപ്പൊ എനിക്ക് ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായില്ല, നമ്മൾ താടിയുള്ള പ്രതീക്ഷനല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരോ ഒരാള് അതിങ്ങനെ പോസ്റ്റ് ചെയ്തു, ഇത് നമ്മളെ പ്രതീക്ഷ ആണല്ലേ. ഞാൻ ഈ കൊച്ചു പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ താടി പറയുമ്പോൾ എന്നെ വയസ്സാന്ന് വിളിക്കും. അപ്പൊ ഞാൻ താടിയൊക്കെ വടിച്ച് ഒന്ന് യങ്ങായി. സീക്രട്ടൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാം, നമ്മൾ അങ്ങനെയൊക്കെയാണ് പിടിച്ചേക്കണത്. അതെ. ഓക്കെ. റാസി നാട്ടിലില്ല അതോ തന്നെയാണോ? നാട്ടിലേക്ക് 22-ാം തീയതി വരും, മാർച്ച് 22-ാം തീയതി. ഓക്കെ. എന്താ ഇന്നത്തെ ടോപ്പിക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചുമ്മാ ജോയിൻ ചെയ്താണ്. കമന്റുകളൊക്കെ ജസ്റ്റ് ഇന്ററാക്ടിങ് വിത്ത് ഓഡിയൻസ്. ഓ, അങ്ങനെയാണ്. ശരി. എന്താ പ്രത്യേകിച്ച് ഭംഗിയായിട്ട് പോകുന്നല്ലോ അല്ലെ ചാനലും കാര്യങ്ങളൊക്കെ? അതറിഞ്ഞൂടാ. പ്രതീഷിന്റെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ഒരു വോക്ക് യുക്തിവാദിയാണോ എന്ന്. ഞാനൊരു വോക്കാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡിസ്കോഴ്സസ് നടക്കണം, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകളായതുകൊണ്ട് അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഓപ്പൺ ഡിസ്കോഴ്സിന് വരില്ല. അറിയാലോ നന്നായിട്ട്. ഇപ്പൊ അബ്ദുള്ള അബ്ബാസിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ. അവരെപ്പോഴും ഒഴിഞ്ഞു മാറുള്ളൂ. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊരു ഡിസ്കഷൻ കൊണ്ടുവന്ന് സംസാരത്തിലൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കാറില്ല. അപ്പോൾ പക്ഷെ ഇപ്പോൾ പ്രതീക്ഷ ആയാലും നിങ്ങൾ പറയുന്നതായാലും പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ വിപരീതമായ ചിന്തകൾ നമുക്ക് തോന്നാറുണ്ട്. ഇത് പറയുന്നത് എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ആരോപണം വ്യാപകമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ഒരു സ്വതന്ത്ര ചിന്താ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇതുപോലെയുള്ള എന്താണ് വോക്കിസം വളരുന്നു, അതല്ലെങ്കിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യുക്തിവാദികൾ വരുന്നു. പിന്നെ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നോഫ്ലേക്സ് ആൻഡ് ബ്ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റും അതുപോലുള്ള വിഷയങ്ങളൊക്കെ. അപ്പൊ അത് സംസാരിക്കണം നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് നല്ല വോക്കിന്റെ ആരോപണങ്ങളുണ്ട്. എനിക്ക് നല്ല ചാപ്പകൾ കിട്ടിയിട്ടുണ്ട് വോക്കിന്റെ. സോ പക്ഷെ എനിക്ക് ഓക്കെ, ആരിഫ് പറയുന്ന രീതികൾ എനിക്ക് ആക്ച്വലി മനസ്സിലാവും. ആരിഫ് എന്തുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ബട്ട് അത് ശരിയായ രീതിയാണോ എന്നുള്ളതിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അത് വെച്ച് എനിക്ക് തോന്നുന്നില്ല ആരിഫിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഞാനെപ്പോഴും പറയാറുള്ളത്, ഈ രീതി ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന പരിപാടി നമ്മൾ അതിൽ വലിയ കാര്യമുണ്ടോ എന്നാണ് ഞാൻ എപ്പോഴും ചോദിക്കാറ്. രീതി ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവുമല്ലോ. ഡിസഗ്രിമെന്റ്സ് വേറെയാണ്, അത് വേറെയാണ്. ഈ രീതി ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്ലഡ് ചിന്തുന്നില്ലല്ലോ, ഒന്നാമത്തെ കാര്യം. അതില്ല, നോൺ വയലന്റ് ആണ്. ഓക്കെ, നോൺ വയലന്റ് ആണ്. നമ്മൾ ഹെയ്റ്റ് ഇൻസൈറ്റ് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നില്ല, അതുപോലെ വയലൻസും ഉണ്ടാക്കുന്നില്ല എന്ന് വരുന്നിടത്തോളം പിന്നെ അതിനകത്ത് ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പോൾ റീസെൻ്റ്ലി വിശ്വനാഥൻ ഡോക്ടറൊക്കെ പറഞ്ഞു ഫാഷിസ്റ്റുകളുമായിട്ട് സംവാദം പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ട് സംവാദം നടത്തുന്നത് പിന്നെ എങ്ങനെയാണ്? ഇസ്ലാം അപ്പോൾ ഫാഷിസം ആണോ അല്ലേ എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. എൻ്റെ അതിലെ പോയിന്റ് എന്താണെന്നറിയോ? ഇപ്പം ഈ വിശ്വനാഥൻ അല്ലെങ്കിൽ സി വി എന്ന് പറഞ്ഞ പുള്ളി എഴുതിയ ആ പോസ്റ്റിൽ നിന്ന് ഞാൻ കാണുന്നത് അത് ഫുള്ളി എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ആ ഒരു രീതി, അതായത് ഫാസിസ്റ്റ് ഐഡിയയോട് സംവാദം പാടില്ല എന്ന് പറയുമ്പോൾ
അത് എന്ത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഫാഷിസ്റ്റ് രീതിയാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ബഡ്ഡിങ് ഫാഷിസ്റ്റ് ഐഡിയോളജിയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു ബഡ്ഡിങ് ഫാഷിസ്റ്റ് ഐഡിയോളജിയാണ്, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് അത് അത്ര ടച്ച് ചെയ്യുന്നില്ല. ഇത് മുളയാണ്. അപ്പോൾ അത് അല്ല, അത് ഞാൻ പറയാം എന്താന്ന് ഞാൻ പറയാം. എൻ്റെ റീസണിങ് കേൾക്കും, ആരിഫ് കേട്ടിട്ട് കേൾക്കും. അപ്പം ഇപ്പം സംഘപരിവാർ എൻ്റെ ഒപ്പീനിയനിൽ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം അവിടെ ഞാൻ CVനുമായിട്ട് വിയോജിപ്പുണ്ട്. സംഘപരിവാറുള്ള ആളുകളെ വിളിച്ചിരുത്തി ഡിബേറ്റ് ചെയ്യരുതെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ദേ ആർ ഓൾറെഡി ഇൻ എ സൊസൈറ്റി വെയർ ദേ ഹാവ് ക്രിയേറ്റഡ് ഇറ്റ്സ് റൂട്ട്സ്. അവർ ആ റൂട്ട്സും ആ സംഭവങ്ങളും വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു. അപ്പം ഇനി അവരോട് പോരാടണമെങ്കിൽ ആ ഡിബേറ്റ്സ് വേണം. പക്ഷേ പുതിയ ചില ഫാഷിസ്റ്റ് ഐഡിയോളജീസ് ഉണ്ട് ഈ പുതിയ യുഗത്തിൽ 2015-16 ശേഷം വരുന്ന പുതിയ ചില ഫാഷിസ്റ്റ് ഐഡിയോളജി ചിലപ്പം വരുന്നത് ചിലപ്പം കുറച്ച് പിള്ളേരുടെ ഇടയിലോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഉള്ളത്. അത് നമ്മൾ അവരെ വിളിച്ചിരുത്തി അവരുടെ ഫാഷിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനുള്ള അവരെ വിളിച്ചിരുത്തുവാണെങ്കിൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഡിബേറ്റിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ജയിച്ചിരിക്കണം. ലൈക്ക് എന്തെങ്കിലും ഒരു 50% ചാൻസ് നമ്മൾ തോറ്റു എന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന വലിയൊരു റിസ്ക്കാണ്. കാരണം ഇപ്പം ഹിന്ദുത്വ ഡിബേറ്റിനോട് നിങ്ങൾ തോറ്റാലും ഹിന്ദുത്വ ഈസ് ഓൾറെഡി സക്സസ്ഫുൾ, അവരുടെ ഐഡിയോളജി. പക്ഷേ നമ്മളിപ്പം ഞാനിപ്പോൾ കാണുന്നൊരു ഉദാഹരണമാണ് മെന്നിസ്റ്റ് ഐഡിയോളജിസ്റ്റ്, മെന്നിസ്റ്റ് ഇൻസൽ ആളുകൾ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് ബി കെയർഫുൾ. ആ ഡിബേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് അവരുടെ വാദങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ പോകാൻ പറ്റൂ. നമ്മൾ സ്ഥിരം എടുക്കുന്ന അവരുടെ ടൂൾസ് എന്താണ്, അവരുടെ റിസോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി വേണം പോകണം. സോ ദാറ്റ് ഡിഫറൻസ് ഷുഡ് ബി ദെയർ എന്നാണ് എൻ്റെ പോയിന്റ്. അതിൽ അപ്പോഴും അവിടെ പറഞ്ഞു വെക്കുന്നത് ഡിബേറ്റ് വേണം തന്നെയാണല്ലോ. ഡിബേറ്റ് വേണം, ബട്ട് വി ഷുഡ് ബി എന്താ പറഞ്ഞേ, അതായത് അപ്പം നമ്മളെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഡിബേറ്റ് വേണോ വേണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡിബേറ്റിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്തുള്ള നമ്മൾ കെയർ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മൾ അവരെ ടാക്കിൾ ചെയ്യണം, ഇതാണല്ലോ പറഞ്ഞു വെച്ചത്. അത് സെക്കൻഡറി. അതിപ്പോൾ നമ്മളിപ്പോൾ ജബ്ബാർ മാഷ് MM അക്ബറെ ഡിബേറ്റിന് പോകുമ്പോൾ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി അത് നമ്മൾ പ്ലാൻ ചെയ്യും. അതൊരു നമ്മളെ സ്ട്രാറ്റജി പ്ലാനിങ് എന്ന് നമ്മൾ പറയും. അത് ഓരോ ആളുകൾ ഓരോ ആശയത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് അത് നമ്മൾ പറയും. അതിൽ സംശയമൊന്നുമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. നമ്മളിപ്പോൾ എല്ലാ ഡിബേറ്റ്സ് വേണം. ഇപ്പം നമ്മൾ ഡിബേറ്റ്സ് വേണം തന്നെ പറയുന്ന ടീംസാണ്. ബട്ട് ഇതാണ് നമ്മുടെ കൺസേൺ. ഇതാണ് ഇതിലിപ്പോൾ പ്രതീക്ഷ പറഞ്ഞതിലാണെങ്കിലും നമ്മളുടെ വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞതിലായാലും അതിനകത്തൊരു മെയിൻ കൺസേൺ ഞാൻ കാണുന്നത് ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒരു സ്ട്രോമാൻ ആണെന്നുള്ളതാണ്. അതെന്താ സ്ട്രോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രോമാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫാഷിസം എന്ന് പറയുന്നത് ഡിബേറ്റ് ആ എക്സാക്ട് സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഫാഷിസം ഈസ് നോട്ട് ആൻ ഐഡിയ ടു ബി ഡിബേറ്റഡ് അങ്ങനെ എന്താണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പൊ നാസിസം എന്ന് പറയുന്ന സംഗതി അതിന്നുണ്ടോ? അതിന്നില്ല. പക്ഷേ നവനാസികളുണ്ട്. അല്ല, നാസിസം ഇന്നുണ്ട്, അതാ ഞാൻ പറയുന്നത്. നാസിസം ഒന്നുണ്ട്, നാസിസ്റ്റുകൾ അല്ലെങ്കിൽ നാസികൾ ഇന്നില്ല. മനസ്സിലായി. ഹിന്ദുത്വ ഐഡിയോളജി ആസ് എൻ ഐഡിയോളജി അതിവിടെ ഉണ്ട്. തീവ്രമായതോ വെള്ളം ചേർത്തതോ വെള്ളം ചേർക്കാത്തത് എന്ത് തന്നെയായാലും അതിവിടെ ഉണ്ട്, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതെടുക്കുന്ന ആളുകൾ അതുണ്ടോ ഇല്ലേ, അത് അപ്ലൈ ചെയ്യുന്ന ആളുകൾ അത് എങ്ങനെ, ഇപ്പൊ കമ്മ്യൂണിസം അതുണ്ടോ ഇല്ലേ, മാർക്സിസം അതുണ്ടോ ഇല്ലേ, ഉണ്ട്. മാർക്സിസം എവിടെയും പോയിട്ടില്ല. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിലൂടെ കാണുന്നത്, ഡിബേറ്റ് വേണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആശയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ആശയത്തെ എടുക്കുന്നതിൽ നിന്നും വ്യക്തികളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആശയം കൊണ്ടു നടക്കുന്ന വ്യക്തികളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഈ ആശയം വ്യക്തികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടു നടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ. സോ അവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മളെ യൂട്ടിലിറ്റേറിയൻ ആ പ്രിൻസിപ്പിൾസും അതുപോലുള്ള കാഴ്ചപ്പാടും തന്നെയാണ് അവിടെ അവർക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവർ അപ്ലൈഡ് ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ ആ ആശയം കൊണ്ടു നടക്കുന്ന ആളുകൾ, നിങ്ങളത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, നിങ്ങളത് അപ്ലൈ ചെയ്യുന്ന ആളുകളാകുമ്പോൾ അത് സമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദോഷം അത് നിങ്ങൾക്കും ദോഷമായിട്ട് മാറുന്നു, അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ദോഷം ഉണ്ടാകുന്നു, അത് ദേശത്തിന് തന്നെ ദോഷമാകുന്നു, മൊത്തം പ്രശ്നമാകുന്നു. ഇപ്പോൾ താലിബാനിയെ വിളിച്ചത് നമ്മൾ പറയുന്നത് തന്നെയല്ലേ.
അപ്പം നമ്മളിപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇസ്ലാം ഇല്ലാതെ ആവില്ല, ഇസ്ലാം ഇവിടെ ഉണ്ടാവും. ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്നും അത് 100% ഇസ്ലാം എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിൽ നിന്നും ഇസ്ലാമിനെ എടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക. ആ ഹോസ്റ്റ് വൈറസ്, ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസ് അവിടെ ഉണ്ട്. ഹോസ്റ്റിനെയാണ് നമ്മളവിടെ ഇൻഫോം ചെയ്ത് അവരെ നമ്മൾ ആ വൈറസിനെ ടേക്കപ്പ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ, അല്ലെങ്കിൽ അത് അറിയാതെയാണെങ്കിൽ അതിൽ ചെന്നുപെടുന്നതിൽ നിന്നും നമ്മൾ അവരെ ഒന്ന് സെൻസിറ്റൈസ് ചെയ്യുക. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫാഷിസം ഈസ് ആൻ ഐഡിയോളജി ടു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ആ ഐഡിയോളജിയെ ഡിബേറ്റ് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യുക, അതല്ല നമ്മൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇപ്പോഴും നമ്മൾ നാസിസം നമ്മളവിടെ ഇല്ലാതെയായി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആശയമല്ല ഇല്ലാതായിട്ടുള്ളത്. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞേ. ഞാൻ ഫാഷിസം എന്നുള്ള ഐഡിയ ഡിബേറ്റ് ചെയ്യണോ ചെയ്യണ്ടേന്നല്ല എൻ്റെ പോയിന്റ്. ഞാൻ പറഞ്ഞത് വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞതാണെന്നാ പറഞ്ഞത്. അവിടെ എഴുതി വെച്ചതിൽ സെന്റൻസ് അതാണ്. ഞാൻ പറഞ്ഞത് പുള്ളി എഴുതിയത് അതുപോലെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പുള്ളി എഴുതിയത് നമുക്ക് ഇങ്ങനെ ഇൻഫറേജ്, ഈ ഒരു ലൈക്ക് ഐ ഡിസഗ്രി വിത്ത് സിവിൻ പറഞ്ഞ ഫാഷിസ്റ്റ് ഐഡിയോളജീസുമായിട്ട് ഡിബേറ്റ് ചെയ്യണം എന്ന പോയിന്റിനോട്, ചെയ്യരുതെന്ന പോയിന്റിനോട് ഞാൻ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. കാരണം നറേറ്റീവ്സ് ആണ് ബേസിക്കലി. എൻ്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വരുന്നത് നറേറ്റീവ്സ് വഴിയാണ്. ആൻഡ് ആ നറേറ്റീവ്സ് കൺട്രോൾ ചെയ്യുന്നത് യുക്തിവാദികളാണ്. യുക്തിവാദികളുടെ നറേറ്റീവ്സ് ആണ് എന്നാണ് എൻ്റെ ഒരു വ്യൂ. കാരണം യുക്തിവാദികൾ ബേസിക്കലി നറേറ്റീവ് എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സ്, ബേസിക്കലി നറേറ്റീവ് എന്ന് വെച്ചാൽ ഒരു മോശം കൊണട്ടേഷൻ അല്ല. അപ്പം ഈ സംഭവം നമുക്ക് പല രീതി ചെയ്യാം. ഡിബേറ്റ്സ് വഴി നമുക്ക് പ്രചരിപ്പിക്കാം, നമ്മുടേതായ ഇൻഡിപെൻഡൻറ്റ് വീഡിയോസ് വഴി പ്രചരിപ്പിക്കാം, നമ്മുടേതായ പല രീതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള സംഭവങ്ങൾ, ന്യൂസ് ചാനൽ ചർച്ചകൾ ഇതുവഴി നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഫാഷിസ്റ്റ് ഐഡിയോളജീസുമായിട്ട് നമ്മൾ പോരാടണമെങ്കിൽ അതിൽ വൺ ഓഫ് ദ വേ ഡിബേറ്റ്സ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ബഡ്ഡിങ് ഫാഷിസ്റ്റ് ഐഡിയോളജീസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കരുത് എന്നതാണ് എൻ്റെ വ്യൂ. ഓക്കെ, എന്നാലും അത് ഏതെങ്കിലും ഇതന്നെ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ ഏതാണ് ഒരു ബഡ്ഡിംഗ് ഫാഷിസ്റ്റ് ഐഡിയോളജി എന്നുള്ള രീതിയിൽ പറയാൻ? ഐ തിങ്ക് റെഡ് പിൽ മൂവ്മെന്റ് ഈസ് എ ബഡ്ഡിംഗ് ഫാഷിസ്റ്റ് ഐഡിയോളജി. റെഡ് പിൽ മൂവ്മെന്റ്, ഓക്കെ, ഒരു ഇപ്പോൾ വരുന്നൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ അത് പക്ഷേ ഇൻ കമ്മിങ് ഡേയ്സ് നമ്മളത് ഡിബേറ്റ് ചെയ്യും. ഇൻ കമ്മിങ് ഡേയ്സ് നമുക്കത് ഡിബേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കൺട്രോൾ അല്ലാതെ തന്നെ നമുക്കത് വരും. അത് ഞാനും പാർഷ്യലി അഗ്രി. കാരണം ഇപ്പോൾ പല ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഇങ്ങനെ റെഡ് പിൽ, ഇൻസെൽ അതുപോലുള്ള സംഗതികൾ, അവരായിട്ട് നിങ്ങൾ ഡിബേറ്റ് ചെയ്യൂ. ഏതൊക്കെ കുറെ ആളുകളുടെ പേരൊക്കെ പറയണത്, ഒരു ഹൈടെക് ദൈവോ അവരോടൊക്കെ ഡിബേറ്റ് ചെയ്യുക. അപ്പം അവിടെ നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ആരിഫ് എന്താണെന്ന് വെച്ചാൽ, ആരിഫ് ഈ ഹൈടെക് ദൈവം എന്ന് പറഞ്ഞ ആളെ വിളിച്ചിരുത്തിയിട്ട് ഇതുവരെ ആർക്കും അറിയില്ല, ഇതുവല്ല ആർക്കും അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരുത്തനുണ്ട്, ഇവന്റെ ഐഡിയോളജി ഇതാണ് എന്ന് പറഞ്ഞ് യു ആർ ഗിവിംഗ് ദം എ പ്ലാറ്റ്ഫോം. പിന്നെ ഇങ്ങനെ ഒരുത്തനെ വിളിക്കാനുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ UA ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കിന് മുമ്പിൽ ഒരു ഫേസ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ആരിഫിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹൈടെക് ദൈവത്തിന്റെ പബ്ലിക് ഫേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിവിളി, ആക്ഷേപം, ഭയങ്കരമായിട്ട് പബ്ലിക്കിൽ ഒരാളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യും. അതെ, ക്യാരക്ടർ അസാസിനേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനോട് ആരിഫിനായിട്ട് ഡിബേറ്റ് സെറ്റാക്കാൻ അവരെ പുഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ആരിഫിനെ പബ്ലിക്കായിട്ട് ഒരുപാട് തെറി വിളിക്കുക, പബ്ലിക്കായിട്ട് പിന്നെ ആ ഒരു ഡിസ്കഷൻ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക, ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ അതിന് ടോട്ടലി ആ ബഡ്ഡിങ് ഫാഷിസ്റ്റ് ഐഡിയോളജിയും ടോട്ടലി ഇഗ്നോർ ചെയ്യുന്നല്ല അവിടെ വരുന്നത്. അതായത് ആ റെഡ് പില്ലിസ്റ്റ് എന്ന് പറയുന്ന ആൾ, ആ വ്യക്തിക്ക് നമ്മൾ എക്സ്പോഷർ കൊടുക്കുന്നില്ല. നമ്മളുടെ ആ ഒരു പ്രസൻസിലൂടെ ഒരു ഹാലോ ഇഫക്റ്റ് ആണ് അവിടെ വരാം. സോ ചില ഡിബേറ്റ്സ് നമ്മൾ മാറി നിൽക്കുന്നതായിരിക്കും ഡിബേറ്റ്സ് കമ്മിറ്റി. മനസ്സിലായി. പക്ഷെ അപ്പോഴും നമ്മൾ ഒരു മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. വി ഹാവ് ടു ബി കെയർഫുൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതാണ് സംഗതി എന്ന് നമുക്ക് വാൺ ചെയ്യാം. അപ്പോഴും ഡിബേറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതല്ല അവിടുത്തെ അപ്പോഴും ഉള്ള വിഷയം. ഡിബേറ്റിന് സമയമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോഴും അവിടുത്തെ വിഷയം. അതാണല്ലോ അവിടെ അങ്ങനെ എടുക്കാം. സോ ചില ഡിബേറ്റ്സ് ഞാൻ പറയാറുണ്ട്, ആ ഡിബേറ്റ് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നമ്മളുടെ വിശ്വനാഥൻ പറഞ്ഞ ആംഗിൾ നമുക്ക് അവിടെ ശരിയാണെന്ന് വരില്ല. അതാണ് അതിൽ ഞാൻ വിശ്വനാഥൻ പറഞ്ഞ ശരിയോ തെറ്റോ എന്നല്ല എന്റെ പോയിന്റ്. എന്റെ പോയിന്റ് ഞാൻ അതിനെ റീഡ് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അല്ല, അതിൽ ഡിസഗ്രിമെന്റ് ഉണ്ട്. എനിക്ക് ആ ഒരു പോയിന്റിനോട് എനിക്ക്
ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് മാറണം എന്നാണ് എൻ്റെ ഒരു വ്യൂ, എൻ്റെ പേഴ്സണൽ വ്യൂ. ഓക്കെ, എന്തായാലും ഞാൻ വോക്കാണ്. അല്ല, അതിനെയല്ല കേട്ടോ വോക്ക് എന്ന് പറയുന്നത്, അതിനെ വോക്ക് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നേ ഉള്ളൂ. വോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വേറെ തന്നെയാണ്. അതൊരു ഞാനത് അതിനെ നമ്മൾ വേറൊരു പേരിട്ടിട്ടുള്ളത് എന്താണ്, പോസ്റ്റ് ലെഫ്റ്റ് എന്നാണ് അതിനൊരു പേര് വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ആൻറ്റി എൻലൈറ്റൻമെൻറ്റ് എന്നും വിളിക്കാറുണ്ട്, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എൻലൈറ്റൻമെൻറ്റിലൂടെ നമുക്ക് കിട്ടിയ ഒരു സംഗതിക്ക് വിരുദ്ധമായ രീതിയിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ട, അത് പിന്നെ ആക്കാം എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. അതുപോലെ അവരുണ്ട്, ഇപ്പം നമ്മളത് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് തൽക്കാലം ഇപ്പം നമുക്ക് സൈലൻ്റ് ആകാം. പക്ഷെ അതേസമയം ഈ കൺസർവേറ്റീവ് ആളുകൾ അല്ലാ ലിബറൽ വ്യക്തികളെയും വോക്കായിട്ടാണ് ചാപ്പ കുത്താറ്. ഇപ്പൊ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ വോക്കായിട്ടാണ് ആളുകൾ കാണുക. അതെ, ഇപ്പൊ ആരിഫ് പറയാണ് ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ആരിഫ് ഒരു വോക്കാണെന്ന് പറയും ഒരുപാട് വ്യക്തികൾ. അപ്പൊ ഇത് ബേസിക്കലി ഒരു ചാപ്പയാണ്. ഹോമോസെക്ഷുവാലിറ്റിയും മറ്റു വിഷയങ്ങളും വേറെ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ഇതിൽ ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അധികം പബ്ലിക് എക്സ്പ്രഷന് മുന്നോട്ട് വന്നിട്ടില്ല. മീൻസ് ഹോമോസെക്ഷുവാലിറ്റി ഓക്കെ, അത് ഞാൻ ഓപ്പണായിട്ട് സമ്മതിക്കുന്ന, അതൊരു ആസ് എൻ ഇൻഡിവിജ്വൽ ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട്, അതൊരു അബ്നോർമൽ സംഭവമായിട്ടല്ല, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലൂടെ ഇപ്പം നമ്മൾ സാധാരണ ഈ ഇസ്ലാമിസ്റ്റുകൾ തന്നെ പൊക്കിക്കൊണ്ടുവരുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകൾ, മറ്റേ എന്താണ്, ചില ഒളിമ്പിക് ഗെയിംസിൽ അതുപോലെ സ്പോർട്സ് ഐറ്റംസിലൊക്കെ സ്ത്രീ ആയിട്ടുള്ള ആൾ അല്ല പുരുഷനായിട്ടുള്ള ആൾ ഉടനെ സ്ത്രീ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് മത്സരിക്കുന്നു. അങ്ങനെയുള്ള സംഗതികൾ വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചർച്ചകൾ നോക്കണം എന്നാണ് എൻ്റെ പോയിന്റ്. സോ ഇപ്പം എൻ്റെ പോയിന്റ് വെച്ചാൽ നമ്മൾ അതിനാണല്ലോ സയൻസ് നമ്മൾ മനുഷ്യനുണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളും ശാസ്ത്രവും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്തരം മേഖലകളാണ്. അവിടെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ബാനുകളോ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസോ നമ്മൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ ഈവൻ നമ്മൾ സ്വയം ഒന്ന് പഠിച്ചിട്ട് വേണം ഒപ്പീനിയൻസ് പറയാമെന്നാണ് എൻ്റെ പോയിന്റ്. എൻ്റെ ഒരു പോയിന്റ് അതാണ്. പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ടില്ല. അത് കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് പറഞ്ഞു, പക്ഷെ അതിന് എല്ലാ സോഷ്യൽ ഇഷ്യൂസും കോംപ്ലിക്കേറ്റഡ് ആണ് തീർച്ചയായിട്ടും. ബട്ട് ജനറലി നമ്മുടെ ലീനിയേജ് അതാണല്ലോ, ലൈക്ക് സോഷ്യൽ ഇഷ്യൂസ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ലീൻ ചെയ്യുന്നത് എന്നതാണ് ഇത്തരം പഠനങ്ങൾ നമ്മളെ സഹായിക്കുക. നിങ്ങളുമായിട്ടുള്ള സംവാദം എന്തായി ഈ വിഷയത്തിൽ? നമ്മളുടെ ബാസിൽ അവര് ഇനി ഒരു ബിസിയാണെന്നും ബാസിലല്ല, മറ്റേ ബാസിലിന് പകരം വിട്ട ടീമില്ലേ, അവരാണ് ഇപ്പൊ കുറച്ച് അല്ല മറ്റേ ഒരു EMK എന്ന് പറഞ്ഞിട്ടൊരു ടീമിനെ വിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിപ്പോ കുറച്ച് തിരക്കിലാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ UA-ക്കാരായിട്ടുള്ള ഇതില് ബാസിലിക്ക തിരക്കാണെന്നാ പറഞ്ഞത്. അതാ ബാസിൽക്ക ഇവര് ഫേമസ് ആവാൻ ശ്രമിക്കുകയാണ്, അവർക്ക് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ ബഡ്ഡിങ് ഐഡിയോളജീസ് ഡിബേറ്റ് ചെയ്യേണ്ടെന്നുള്ള ആ പ്രിൻസിപ്പിൾ അവർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഇവിടെ ഐഡിയോളജി അല്ലല്ലോ ബഡ് ആവണം, ലൈക്ക് ഐഡിയോളജി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പല മെയിൻ സ്ട്രീം ഈ ഐഡിയോളജി തന്നെയുള്ള പല മെയിൻ സ്ട്രീം ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് നമ്മള്. അപ്പൊ ഗ്രൂപ്പ് ഫേമസ് അല്ല, അതുകൊണ്ട് നമ്മൾ ഫേമസ് ആക്കണ്ടെന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഓൾറെഡി കുറച്ച് എന്താണ്, ക്രിസ് തോമസ്, പക്ഷേ പ്രതീഷ് ഇത് തന്നെ UA ടീം ചെയ്യുന്നത്. ദേ ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട് യു ഗൈസ് ഇൻ എനി മാനർ. അവിടെ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. ദേ ആർ ട്രൈങ് നോട്ട് ടു പ്രൊമോട്ട് അസ്. ഓക്കെ, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ പോപ്പുലർ ആണ്. നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ലൈക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ. ഹൈടെക് ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു രീതിയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, രീതിനെ പരാമർശിക്കരുതെന്നാണല്ലോ പറഞ്ഞത് ഞാൻ, അതുകൊണ്ട് അത് പറയുന്നില്ല. തിരിച്ചു കടിച്ചുപോയി. അല്ല, ഞാൻ പറഞ്ഞത്
ആ നേരത്തെ പരാമർശിച്ച അവരുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ശൈലികള്. രീതി തന്നെയാണ് ശൈലി, എന്റെ പൊന്നു. അല്ല എന്തായാലും ഒറ്റ വഴിയുള്ളൂ, ആദ്യം പറയാൻ തെറ്റാന്ന് സമ്മതിക്കുക, അത്ര വഴി, വേറെ വഴിയൊന്നുമില്ല. അല്ല, അതായത് അതൊരു ബഡ്ഡിങ് ഐഡിയ ആണ്. അത് അവരിലൂടെ പ്രചരിച്ച് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പോപ്പുലർ ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. പകരം നമ്മളതിനെ ഇങ്ങനൊരു ഐഡിയ അത് പ്രശ്നമാണെന്ന് നമ്മൾ വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ചെയ്യാവുന്നത് അതാണെന്നാണ് അതിൽ പറഞ്ഞത്. ഓക്കെ, അവരുടെ രീതി പിന്നെ ആളുകളുടെ ഇഷ്ടമാണ്, തെറി പറയുന്നത് കേൾക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ആരും പറയുന്നുണ്ട് എൻ്റെ രീതിയെയും വിമർശിക്കണം എന്ന്. ഹാവ് ടു, എന്താണ് ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു, അത് ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ, എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിന് ഇത്രയ്ക്ക് കട്ടിയിൽ പറയുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇസ്ലാം എന്ന് പറയുന്ന ആശയം, ആ ആശയത്തിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, അതൊരു ഹോളി കൗ ആണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അത് പൊതുവെ സമൂഹത്തിലുണ്ട്, വിശ്വാസികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് പണ്ട് നമ്മളുടെ എന്താണ് മറ്റേ ആളുടെ പേരെന്താ, രാഹുൽ ഈശ്വർ എപ്പോഴും പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും. അത് പുള്ളിയുടെ ധാരണ അത് അങ്ങനെ പറയാവൂ എന്നൊരു മനസ്സിലങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ പ്രീണിപ്പെടുത്താൻ വേണ്ടി പറയണതായിരിക്കും. അല്ല, എന്ത് തന്നെയാണെങ്കിലും പുള്ളി അത് അങ്ങനെ പറയും. ഇപ്പൊ ഞാൻ ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ വേറൊരു വീഡിയോക്ക് വേണ്ടി എടുത്തപ്പോൾ അതിനകത്ത് കണ്ടത്, ഗാന്ധിജി പറയുന്നത് റാമിനെയോ കൃഷ്ണനെയോ ഞാൻ കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഐ ക്യാൻ ബ്രിങ് ഹസ്രത്ത് ഉമർ എന്നാണ് പറയാം, ഹസ്രത്ത് ഉമർ. അപ്പോൾ രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ആ രാമൻ കൃഷ്ണൻ നമ്മളെ വാസു കുമാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പറച്ചിൽ. പക്ഷെ അത് ഉമറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ഹസ്രത്ത് ഉമർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. അപ്പോൾ അവിടെ ആ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, അത് ഉള്ളിൽ ആളുകളുടെ മനസ്സിലുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ എത്ര മയത്തി പറഞ്ഞാലും നമ്മളെ വിശ്വാസികൾ നേരിട്ട് മയത്തി പറയുന്ന ഒരാളുണ്ട്, നമുക്ക് പോയി കേട്ടേക്കാം എന്ന് പറഞ്ഞിട്ടൊരാൾ നമ്മളെ കേൾക്കാൻ വരുന്നില്ല. കാരണം കലാനാഥ മാഷ് അതുപോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നപ്പോൾ അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കണമെന്നാണ് അന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ജബ്ബാർ മാഷൊക്കെ വന്നപ്പോൾ പിന്നെ എന്തായി, നിങ്ങൾ കലാനാഥ മാഷെ കണ്ടു പഠിക്കൂ, ജബ്ബാർ മാഷ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതുപോലെ പറയുന്നതെന്നാണ് ജബ്ബാർ മാഷോട് ചോദിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാമിദ ടീച്ചർ വരുന്നു, അങ്ങനെ പല ആളുകൾ വന്നപ്പോൾ ജാമിദ ടീച്ചറോടൊക്കെ പറയുന്നത് എന്ത്, നിങ്ങൾ ജബ്ബാർ മാഷെ കണ്ടുപിടിക്കൂ. ഇതിപ്പോ ഞങ്ങളുടെ ടീമിൽ തന്നെ ഞങ്ങൾ ആദ്യം ക്ലബ് ഹൗസിൽ പോയപ്പം ഒരു ഉസ്താദുമാരുള്ള ഒരു ഗ്രൂപ്പിൽ പോയപ്പോൾ അതിനകത്ത് റാസി കയറി പറഞ്ഞു, എന്താ നാസർ ഉസ്താദേ, നാസർ ഉസ്താദ് എന്നല്ലേ, നാസർ എന്നാണ് പേര്, ഉസ്താദെ നമ്മള് റാസി വിളിക്കുന്നത്. റാസി ഉസ്താദ് എന്ന് വിളിച്ചത് കയറി. കുറച്ച് കഴിഞ്ഞ് മാനി കയറിയിട്ട് ഈ നാസർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ഈ നാസർ എന്ന് പറഞ്ഞ ആളത് ഇതാ പറഞ്ഞോടെ എല്ലാവർക്കും. മോഡറേറ്ററൊക്കെ ഇങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടൊന്നും സംസാരിക്കരുത്, കുറച്ചൊക്കെ റെസ്പെക്ട്ഫുൾ ആവണം എന്നൊക്കെ. അപ്പൊ അവിടെ തന്നെ ഡിവിഷൻ ഉണ്ടായി, റാസി ഒരു റെസ്പെക്ട്ഫുൾ ഗൈയും മാനി ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ഗൈയും. പക്ഷെ ഈ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനി ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ആളുകളെ ഇങ്ങനെയാണ് വിളിക്കേണ്ടതെന്നറിയില്ല, റാസി ജനിച്ചു വളർന്ന കൾച്ചറിൽ. അതുകൊണ്ടാണ് മിസ്റ്റർ ഒബാമ എന്ന് വിളിക്കുന്ന നാട്ടിൽ നിന്നല്ലേ. അല്ല ആ ഒരു അല്ല, ഞാനതാ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ജീമാൻ എന്തോ പറയുന്നുണ്ട്. അല്ല, ചില ആൾക്കാർ പക്ഷെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. ഇപ്പം മാനി ഇതേപോലെ ഉസ്താദിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞാല് മാനി എത്ര നല്ല ആർഗ്യുമെന്റ് പറഞ്ഞാലും അതിലൊന്നും ചെവി കേൾക്കാണ്ട് ചിലപ്പോ റാസി പറയുന്ന അറ്റ്ലീസ്റ്റ് ലിസൺ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ചിലപ്പോ ഉണ്ടാകാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതൊരു കാര്യമാണ്. അതിപ്പോ കുറെ കാലം ഈ നമ്മളുടെ ജബ്ബാർ മാഷുമായിട്ടുള്ള സംവാദം അവർ നടത്താതിരുന്നു. എന്താണ് അതിനവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം? കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-12 വർഷമോ 15 വർഷം അങ്ങനെ എന്തോ ഒരു കണക്കായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. അതിനൊറ്റ കാരണം അവർ പറഞ്ഞിരുന്നുള്ളൂ, ജബ്ബാർ മാഷ് എന്താണ് മുഹമ്മദ് നബിയെ തെറി പറയുന്നു, ഓക്കെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് സംവാദം നടത്താതെ അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇന്ന് ഈ സെയിം ആരോപണം കേൾക്കുന്നത് ഞാനാണിപ്പോൾ. കാരണം നമ്മളെന്താ ഹൈതമി എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഔദു ബിഡിങ്കനാഹി മിനൽ ലുട്ടാപ്പി റജീം ബിസ്മിൽ ദിങ്കനാഹി റഹ്മാനി റഹീം അത് പറഞ്ഞതിൻ്റെ പേരിലാണ് വലിയ പ്രശ്നമായത്.
അപ്പോൾ നമ്മളെന്തോ കളിയാക്കി. സത്യത്തിൽ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവർ ഔദു ബില്ലാഹി ആ പ്രാർത്ഥന അവർ ചൊല്ലിയത്. ഓക്കെ, അപ്പം അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെയല്ലേ അവർ കളിയാക്കിയതെന്ന് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ? ആദ്യം പറഞ്ഞത് ഞാനല്ലേ, ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അവർ പറഞ്ഞത്. പക്ഷെ അവരത് വീഡിയോ കട്ട് ചെയ്തപ്പോൾ ആദ്യം ഹൈത്തമി പറയുന്നത് ഇട്ടു, എന്നിട്ട് ഞാൻ പറയുന്നത് ഇട്ടു. അപ്പോൾ എന്തായി, ഞാൻ ഹൈത്തമീനെ കളിയാക്കിയ പോലെ സംഗതി തിരിച്ചാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ കാലം ജബ്ബാർ മാഷാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരാളുമായിട്ട് എം എം അക്ബറൊന്നും ഇതിന് വരില്ലായിരുന്നു. പിന്നെ അന്ന് നമ്മളെ ഈ മുജാഹിദ് ബാലുശ്ശേരി കൊണ്ട് തള്ളി ഇട്ട് അങ്ങനെ ആണ് അതിലേക്ക് വന്ന് പെട്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ നീങ്ങും. കാരണം നമ്മളെക്കാൾ മോശമായ രീതിയിൽ പറയുന്ന ഒരാൾ വന്നാൽ ആരിഫ് പറയണ പോലെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ക്രിറ്റിസിസം നമ്മുടെ യങ്ങർ ഏജസിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹാർഷായിട്ടായിരിക്കും. ഖാൻചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖാൻചേട്ടൻ ചെറുപ്പമായിരുന്നപ്പം ദ വേ ഹി യൂസ് ടു ക്രിറ്റിസൈസ് ഭയങ്കര ടഫ് ലാംഗ്വേജ് ആയിരുന്നു എന്നാണ്. ആൻഡ് പുള്ളി കുറച്ചും കൂടെയൊക്കെ ഒരു പ്രായം വരുമ്പോൾ കുറച്ച് ലാംഗ്വേജിൽ മിതത്വം വരുന്നത്, അങ്ങനെ ഒരു ഫിനോമിനൻ കൂടെ ഉണ്ടായിരിക്കും ചിലപ്പോൾ. ലൈക്ക് ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല പിന്നെ ഒരു കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പണ്ട് ജബ്ബാർ മാഷ് പറഞ്ഞ സമയമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പം അതുപോലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പല കാര്യങ്ങളും. ഇപ്പം നമ്മൾ നേരിടുന്നത്, പണ്ട് കുറേയൊക്കെ ഇപ്പോൾ ജബ്ബാർ മാഷാണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് സ്ക്രിപ്ചറലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ടെററിസം പോലെയുള്ള വിഷയങ്ങളും ഇതിൻ്റെ സോഷ്യൽ ഇഷ്യൂസാണ് കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ആംഗിളിൽ നോക്കുമ്പോൾ ഇപ്പോൾ UCC പോലെയുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയമായാലും അതിനകത്തെല്ലാം മതത്തിൻ്റെ ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ മതം കടന്നു വരുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയമൊക്കെ, ഹിജാബ് വിഷയം ഇന്ത്യയിൽ പെട്ടെന്ന് ഒന്ന് സൈലൻ്റ് ആവാനുള്ള ഒരു പ്രധാന കാരണം ഇറാനിലെ ഹിജാബ് വിഷയമാണ്. അതുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നും അത് കത്തി നിൽക്കുന്നുണ്ടാവും. അതിപ്പോഴും കത്തിക്കാൻ പറ്റിയൊരു വിഷയമാണത്. പക്ഷേ ഹിജാബിലെ ആ വിഷയം ഇറാനിൽ വന്നപ്പോൾ ഇവിടെ പറയുന്ന സംഗതികൾ ഓരോന്നും റദ്ദാക്കാനുള്ള വിഷയങ്ങൾ, അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിജാബ് ചോയ്സാണ്, അത് ഡ്രസ്സാണെന്ന് പറയുമ്പോൾ ഹിജാബ് ചോയ്സ് അല്ല, അത് ഡ്രസ്സല്ല എന്ന് കാണിക്കാനുള്ള ഉദാഹരണങ്ങൾ അത് ഇറാനിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്, ലൈവായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതിവിടെ അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ പോലുള്ള ഒരു അവസരം ഇവിടെ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ആ പെട്ടെന്ന് അത് കൺട്രോൾഡ് ആയത്. വേറെ സ്ഥലങ്ങളിലൊന്നും അത് പൊന്തി വന്നില്ലല്ലോ, പല സ്ഥലത്തും അത് വന്നിട്ടും. ഒരു കാരണം അതാന്ന് പറയണത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടാ, മറ്റേ ഷേവ് ചെയ്ത വീഡിയോ ഉണ്ടോ? ഞാൻ കുറച്ച് കണ്ടു, മുഴുവൻ കാണാൻ സമയം കിട്ടിയിട്ടില്ല. കണ്ടന്റാണ് കാണാം, ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, കാണാൻ സമയം കിട്ടിയിട്ടില്ല. ചില ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിമ്മി ഡോക്ടറുമായിട്ടുള്ള ഒരു സംഭാഷണം ഞാൻ കുറച്ച് കേട്ടിരുന്നു. അത് കുറച്ച് കേൾക്കാൻ സാധിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴാണ് പലപ്പോഴും കേൾക്കാറ്, ബാക്കിയെല്ലാവരും ഉറങ്ങുമ്പോഴാണ്. കേട്ടിട്ട് ഉറങ്ങില്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് വെക്കുന്നിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങുന്നു. ഇതില് ചില കമന്റ്സ് എന്തോ നമ്മളെ പരാമർശിക്കുന്ന എന്തൊക്കെയോ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് നോക്കിയിട്ടങ്ങ് ഞാൻ ലീവ് ചെയ്യാം. ഇതാണോ ആരിഫ്സ് വേ ഓഫ് ക്രിറ്റിസിസം ഷുഡ് ബി ക്രിറ്റിസൈസ്? അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ക്രിറ്റിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആക്സെപ്റ്റബിൾ ആവും. എന്നേക്കാൾ മോശമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ നാട്ടുകാർ എന്നെ പറയും ആരിഫ് പറയണ പോലെ പറയൂ എന്ന് പറയുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റി വരുന്നത് കാണാൻ പറ്റും. അതുവരെ വെയിറ്റ് ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, വേറെ എന്താണ്? നോയിലി റണ്ണോയിൽ ഈസ് ബീങ് എ ടൂൾ ഫോർ റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡ, ദാറ്റ്സ് മൈ ക്രിറ്റിക്സ്. ഓക്കെ, സ്മിതയ്ക്കോട് അത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് സംസാരിക്കാനാണ് ഞാൻ സത്യത്തിൽ നമ്മളുടെ വിശ്വനാഥൻ ഡോക്ടറെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഞാൻ സംഖ്യയാണ്, അതുകൊണ്ട് എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം ഈ റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു വിഷയം, അത് നമ്മൾ പറയുമ്പോൾ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു. വേൾഡ് മൊത്തം എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരെൻഡിലുള്ളത് എന്താണ് അത് നമ്മൾ നോക്കുക. അത് ഇസ്ലാം തന്നെ ഒരു വലിയ കാരണമായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ റൈറ്റ് വിങ് എന്ന് പറയുന്ന സംഗതി ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിനെ നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു റൂട്ട് കോസിനെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ റൂട്ട് കോസ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. രണ്ട്,
പലപ്പോഴും ഈ റൈറ്റ് വിങ് കാണിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് നമ്മൾ പറയുമല്ലോ, ഈ എന്താണ് ഇറ്റ് ടേക്സ് 2 to tango എന്ന് പറയും. രണ്ട് കൈയും അടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കൈയിനെ മാത്രമാണ് ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട് ഈ വിമർശിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്. അത് ശരിയല്ല. സത്യത്തിൽ റൈറ്റ് വിങ് വളരുന്നു എന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് വളരുന്നു, ആ വളരുന്നതിന് വഴിവെക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. അതിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഐ എം ഹെൽപ്ലെസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല ഒരു പ്രശ്നമില്ലേ അങ്ങനെ പറയുമ്പോഴേ? ഇപ്പോൾ ഉദാഹരണത്തിന് ലൈക്ക് ഇപ്പം ആൻറ്റി മുസ്ലിം ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയിലുണ്ട് എന്നതൊരു സത്യമല്ലേ? എന്താണ് എക്സാമ്പിൾ? ലൈക്ക് മുസ്ലിംസിന് വാടക വീട് കിട്ടാറില്ല, മുസ്ലിംസിന് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടുന്നു, അതേപോലെ അടിച്ചമർത്തലുകൾ നേരിടുന്നു. അങ്ങനെയുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. മുസ്ലിംസിനെ പിടിച്ച് അടിച്ചിട്ട് ജയ ശ്രീറാം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, നീ വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതി, അല്ലെങ്കിൽ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ച് പറയുന്നത്. അപ്പം ഇതൊരു തരത്തിലുള്ള രാജ്യത്തുള്ള ആൻറ്റി മുസ്ലിം പ്രജുഡിസ് അല്ലേ? അപ്പം ഇത് ഐ മീൻ ഇസ്ലാം അല്ല ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക് ഐഡിയോളജിയോടല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിം ആണ് എന്നതിൻ്റെ പേരിൽ നേടുന്ന പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ. ഞാൻ ചോദിക്കുന്നത് അത് ഹിന്ദുത്വ ബേസിസിലുള്ള സംഗതി എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു ഹെയ്റ്റ് ക്രൈം ആണെന്നല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണോ? ഹെയ്റ്റ് ക്രൈംസ്. ഈ ഹെയ്റ്റ് ക്രൈംസ് എന്ന് പറയുന്ന സംഗതി അത് ഇപ്പോൾ RSS അങ്ങനെ പറഞ്ഞു ചെയ്യിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ RSS അല്ല പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഹിന്ദുത്വം അല്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ഇപ്പം അത് ഹിന്ദുത്വം ആണെങ്കിലും RSS ആണെങ്കിലും BJP ആരാണെങ്കിലും അൾട്ടിമേറ്റ്ലി ചില മുസ്ലിംസിനെ ഇങ്ങനെ പിടിച്ച്, ചില മുസ്ലിംസ് അല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇപ്പം ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ആക്സസ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ, ആക്സസ് ടു ബേസിക് ഹെൽത്ത് കെയർ, ഇവയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിംസ് വളരെ പുറകിലാണ് മറ്റ് കമ്മ്യൂണിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ ഉപരി ഇത്തരം വയലൻസും അവർ നേരിടുന്നുണ്ട് എന്ന പഠനങ്ങളുണ്ട്, സോഷ്യൽ ഡേറ്റകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം BJP ആണോ ചെയ്യുന്നത് RSS ആണോ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ്, അല്ലെങ്കിൽ RSS അല്ല ഹനുമാൻ സേന അല്ല രാമസേന, ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് വേണമെങ്കിൽ നടത്താം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുസ്ലിംസ് നേരിടുന്നുണ്ടെന്നുള്ളൊരു ഫാക്റ്റ് നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ നേരിടുന്നുണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ ആ പ്രശ്നങ്ങൾ നേരിടുന്നത് മുഴുവൻ ഹിന്ദുത്വമാണെന്ന് നമ്മൾ പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് ഹിന്ദുത്വം തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ ചോദിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഹിന്ദുത്വം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഹിന്ദുത്വ ഐഡിയോളജിയിലെ ഏത് ആളുകളാണ് അതിനുവേണ്ടി മുന്നിട്ട് അതിന് ഓർഡർ കൊടുക്കുന്നത്, ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന ആളുകളെ ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എന്താണ് അവർ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നീക്കങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പം ഇതിൽ ഒരു ഉദാഹരണം ഞാൻ എടുക്കില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീട് കൊടുക്കാത്ത കാര്യം പറഞ്ഞത്, വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം, അത് തിരിച്ചുണ്ടാവുന്നുണ്ട് ഇവിടെ. അതായത് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അന്യമതക്കാർക്ക് വീട് കൊടുക്കാത്ത സംഭവം ഇവിടെ ഉണ്ട്. അത് നമ്മൾ പറയില്ല. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അത് പണ്ട് ഇവിടെ അതൊരു വിഷയമായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചത് ഇതേപോലെ പറന്ന് നടന്നിരുന്നു. അപ്പോൾ ഗോത്രീയത അത് കൊണ്ടു നടക്കുന്ന ആളുകൾ പരസ്പരം ചെയ്യുന്ന ചില ചെയ്തികളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഈ പറയുന്ന വീട് കൊടുക്കാതിരിക്കുക, തങ്ങളിലുള്ള ഫേവറിറ്റിസം കാണിക്കുക എന്ന് പറയുന്നത്. അത് ഈ ഹിന്ദു മതത്തിൻ്റെ ആളുകൾ ചെയ്യാറുണ്ട്, ക്രിസ്ത്യാനികൾ ചെയ്യാറുണ്ട്, മുസ്ലിങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ശരിയല്ല, ഒന്നാമത്തെ കാര്യം. ഇനി മെജോറിറ്റി മുസ്ലിങ്ങളല്ല, അത് ഹിന്ദുക്കളായതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ എന്നാലും നമ്മൾ അംഗീകരിക്കണം. പക്ഷെ അപ്പോഴും അത് വലിയ ഗോത്രമായതിൻ്റെ പേരിലാണ് അത് സംഭവിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരും തന്നെയാണ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എനിക്കൊരു ക്രിറ്റിസിസം ഉണ്ട്. കാരണം അവിടെ പ്രൊപ്പോർഷനേറ്റ്ലി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കേണ്ടതില്ലേ? ഞാൻ പറയുന്നത് അത് ആ മതം അവരെ പഠിപ്പിക്കുന്ന സംഗതിയാണത്. ഓക്കെ, ഇപ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, അതൊരു ശുദ്ധിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അത് എല്ലാ മതക്കാരും ചെയ്യുന്നത് ആ ശുദ്ധിവാദമാണ്, ഒരു പ്യൂരിറ്റാനിസമാണത്. മുസ്ലിങ്ങൾക്കേ ശുദ്ധിയുള്ളൂ, മുസ്ലിങ്ങളാണ് മൂത്രമൊഴിച്ചാൽ കഴുകുള്ളൂ, ഇത് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വേറെ ആൾക്ക് വീട് കൊടുക്കാത്തത്. അത് പറഞ്ഞാൽ എത്ര മുസ്ലിങ്ങൾ അത് സമ്മതിക്കും? ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം
പ്രൊപ്പോർഷനേറ്റ്ലി ഇപ്പോൾ രണ്ട് കൂട്ടരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരിഫ് പറഞ്ഞു. രണ്ട് മതക്കാരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട്. ബട്ട് പ്രൊപ്പോർഷനേറ്റ്ലി ഇത് ബാധിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്നത് ഒരു ഫാക്റ്റ് അല്ലേ? ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് ഹിന്ദുത്വമാണെന്ന് നമ്മൾ എങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത്. അത് ബിലീഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹിന്ദുത്വം അല്ലെന്ന് തന്നെ എടുത്തോളൂ. ആ, ഹിന്ദുത്വ ഇസ് എൻ്റെ പോയിന്റ് ഹിന്ദുത്വ ഇസ് അത് എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, എന്തോ ഒരു ഫാക്ടർ ആയിക്കോട്ടെ, എന്തോ ഒരു ഫാക്ടർ കാരണം. പക്ഷെ റൈറ്റ് വിങ് ആണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പൊ അത് റൈറ്റ് വിങ് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ രണ്ട് റിലീജിയനും ഹിന്ദുത്വം എന്നുള്ള ഐഡിയോളജിയും ഈ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം രണ്ടും റൈറ്റ് വിങ് ആണ് എന്നെ ഒപ്പീനിയൻ. രണ്ടും റൈറ്റ് വിങ് ആണ്. അപ്പോൾ ഞാനിത് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എന്നുള്ള ഒരു ബൈനറി വരച്ച് ഇതിനെ അനലൈസ് കാണുന്നില്ല. ഞാൻ പറയുന്നത് രണ്ട് കൂട്ടം മനുഷ്യരുണ്ട്. ഓക്കെ, അതിൽ ഞാൻ പറയുന്നത് ഈ റൈറ്റ് വിങ്ങിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഞാൻ റൈറ്റ് വിങ് അലൈൻമെന്റ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ ഉദാഹരണം അവിടെ ശരിയല്ല എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അല്ല, ഇപ്പൊ ആരിഫ് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എന്ന് എടുക്കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തീ കത്തുണ്ട്. അപ്പൊ തീ കത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കണത് ശരിയാണോ എന്നുള്ള രീതിയിൽ, അത് ആരെ കത്തിച്ചത് അതൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷെ കത്തുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അതിലും 100 ഒരു സ്ഥലത്ത് 100 വീടുകളാണ് കത്തുന്നത്, മറ്റേ സൈഡിൽ 10 വീടുകളാണ് കത്തുന്നത്. നമുക്ക് പറയാം രണ്ട് വീടും ഇതാണ്, രണ്ട് വീടും കത്തുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ട് വീടും കത്തുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ 100 വീടുകളാണ് കത്തുന്നത്, മറ്റേ സൈഡിൽ 10 വീടുകളാണ് കത്തുന്നതെങ്കിൽ ഈ 100 വീടിന് ഒരു പ്രൊപ്പോർഷണലി നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതില്ലേ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ? വാല്യൂ കൊടുത്തല്ലോ. പക്ഷെ അപ്പോഴും ചോദ്യം ഇതാണ്, അതെങ്ങനെ റൈറ്റ് വിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് അത് പറയണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. അത് വേറെ അല്ല, ഞാൻ റൈറ്റ് വിങ്ങായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഈ റൈറ്റ് വിങ് പ്രൊപ്പഗൻഡ ആരാ കത്തിച്ചത് നോക്കണ്ട. പക്ഷെ ആ തീന് നമ്മള് ഇത് ചെയ്യുന്നു. അത് അംഗീകരിച്ചല്ലോ, അത് അംഗീകരിച്ചു. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പ്രശ്നം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ 100 വീട് കത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്ന് വിചാരിച്ചോ. ഈ 100 വീട് കത്തിക്കുന്ന ഇപ്പം ആരിഫ് പറഞ്ഞ സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലൈക്ക് അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൈയൊഴിഞ്ഞ് നിൽക്കണോ, അതോ യെസ് ഐ നീഡ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഏതായിരിക്കും ബെറ്റർ? അത് ഒരു എന്താ പറയുക, വളരെ ഒരു എന്താ പറയുക, ഒരു അസാമാന്യ കോറിലേഷൻ അല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്. അല്ല, ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ക്രിറ്റിസിസം ചെയ്യുന്ന ഇപ്പം ബേസിക്കലി ഒരു ഹേറ്റ് ഗ്രൂപ്പിന് ഒരു ഹേറ്റ് ഗ്രൂപ്പ് ഇപ്പം രണ്ട് കൂട്ടിലും ഈ ഹേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ള ഫാക്ട് ഞാൻ അംഗീകരിക്കുകയാണ്. ഏത് മതം എടുത്താലും, ഇന്ത്യയിലുള്ള ഏത് മതം എടുത്താലും, ഏത് ഗ്രൂപ്പിലും ഹേറ്റ് ഗ്രൂപ്പ്സ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി മെജോറിറ്റി ആയതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയുള്ള ഹേറ്റ് ഗ്രൂപ്പിന് പവർ കൂടുതലായിരിക്കും. ബേസിക് കോമൺ സെൻസ് അല്ല. കാരണം ആരാണോ മെജോറിറ്റി അവിടുത്തെ ഹേറ്റ് ഗ്രൂപ്പ്സിനായിരിക്കും കൂടുതൽ പവറും ആക്സസും റിസോഴ്സും കിട്ടുന്നത്. അപ്പം അവർക്കായിരിക്കും കൂടുതൽ മറ്റ് ആളുകളെ അറ്റാക്ക് ചെയ്യാനുള്ള പവറും സംഭവങ്ങളും ഉള്ളത്. അവർ ഈ ഹേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യരെ ദീസ് പീപ്പിൾ ഡിസേർവ് ദിസ്, ഈ മനുഷ്യർ ഇത് ഡിസേർവ് ചെയ്യുന്നവരാണ് എന്നൊരു മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൗ ഷുഡ് വി ഹാൻഡിൽ ദാറ്റ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഓക്കെ, അതൊരു സെപ്പറേറ്റ് കേസായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഓരോ വാക്കിലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളല്ല ഇവിടെ പ്രശ്നമായിട്ട് കാണുന്നത്. ഈ മുസ്ലിങ്ങളല്ല പ്രശ്നം എന്ന് നമ്മൾ പറയുന്നത്, അതല്ല ഇസ്ലാമിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ ഇരകൾ കൂടിയാണ് എന്നും കൂടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇത്ര നാളും പറഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെവിടെയും മുസ്ലിങ്ങൾ അങ്ങനെ എന്താണ് ദേ ഡിസേർവ് ഇറ്റ് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഡിസേർവ് ചെയ്യുന്നു എന്നല്ല ഈ പറയുന്നത്. ഓക്കെ, അത് രണ്ട് ആംഗിളാണ്. ഒന്ന്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് മുസ്ലിങ്ങൾ തിരുത്തണം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, രണ്ട്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അത് മതപ്രേരിതമാണ് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ മതത്തിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാണ്, അതായത് ആ ആശയത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നു. അത് ഇരുകൂട്ടരോടാണ് പറയുന്നത്, അതായത് ഈ റൈറ്റ് വിങ്ങിനോടുമാണ് പറയുന്നത്, മുസ്ലിങ്ങളോടും കൂടിയാണ് ഈ പറയുന്നത്. അത് നമുക്ക് അങ്ങനെ പറഞ്ഞേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൽ വേറെ അപ്പോൾ നമ്മൾ ആ പറഞ്ഞു വെക്കുന്ന സംഗതികൾ എടുത്തു വെച്ചുകൊണ്ട് അവർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ച് നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു എന്താ പറയുക, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. അങ്ങനെ തന്നെ ഒരു ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്.
അല്ല അപ്പൊ അവര് മിസ്റെപ്രസെന്റ് ചെയ്യണോ ഇതിന് വേണ്ടിയിട്ട്, അതോ അതേപോലെ യൂസ് ചെയ്യണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആരിഫ് പറഞ്ഞ മിസ്റെപ്രസെന്റേഷൻ അല്ലേ? മിസ്റെപ്രസെന്റേഷൻ അല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ. അതായത് നമ്മൾ അവർ ഡിസേർവ് ചെയ്യുന്നു എന്ന രീതിയിൽ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, അതാണ് നമ്മൾ പറയുന്നത്. അല്ല അപ്പൊ ആരിഫ് ഇപ്പൊ ഒബ്വിയസ്ലി 2 ഡിസ്റ്റിങ്ഷൻ വെച്ചു. ഇപ്പൊ മെജോറിറ്റി മുസ്ലിമുകൾ എന്തായാലും ഇന്ത്യയില് ഇസ്ലാം അതേപടി അനുസരിച്ചിട്ടൊന്നല്ലല്ലോ ജീവിക്കണത്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഐഡിയോളജികളൊന്നും ഒരുപാട് മുസ്ലിമുകൾ ഹോൾഡ് ചെയ്യുന്നില്ല. നിലവിൽ എന്തായാലും അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മുസ്ലിമുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരതിനെ മിസ്റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്യണ്ടേ? നമ്മളെ വീഡിയോ എടുത്തിട്ട് ഇവര് മിസ്റെപ്രസെന്റ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ. എങ്ങനെ മിസ്റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഉദാഹരണം ഉണ്ടോ? ഓക്കെ, ഉദാഹരണം ഇപ്പോൾ ആരിഫ് ഇസ്ലാമിനെ പറ്റിയിട്ടാണ്, ക്ലിയർ ആയിട്ട് ഇസ്ലാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. പക്ഷെ ഇതിന്റെ എഫക്റ്റ് വരുന്നത് ആരിഫ് മുസ്ലിമുകളെ പറ്റിയിട്ട് പറയുന്നു എന്നുള്ള രീതിയിലാണ്. ഇല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഈ റൈറ്റ് വിങ്, ഇവിടുത്തെ സംഘികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗമാണ്. അതായത് നമ്മളുടെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്ന ആ വിഷയം, അതുപോലെ അമ്പലങ്ങളെ വേശ്യാലയത്തോട് ഉപമിക്കുന്ന വിഷയം, അതെടുത്തു വെച്ചിട്ട് അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് കണ്ടില്ലേ, മറ്റു മതങ്ങളെ അവഹേളിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർക്ക് ഈ റൈറ്റ് വിങ്ങിന് പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതത്തെയും അതല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെയും അവരുടെ സംഗതികളെയും തിരസ്കരിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന സംഗതികൾ ഇസ്ലാം ആണ് എന്ന് പറയുന്ന വ്യക്തികൾ നേർക്ക് നേരെ ചെയ്തു വെക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത്. ഒന്ന്. രണ്ട്, ഈ ഇങ്ങനെയുള്ള വർഗീയ വർത്തമാനം പറയുന്ന സമയത്ത് അതിനെ എതിർക്കുന്നു നമ്മൾ. ഓക്കെ, അതായത് നമ്മൾ ശശികല ടീച്ചറെ നമ്മൾ എതിർക്കുന്നുണ്ട് ആളുകൾ. പക്ഷെ ആ ഒരു എതിർപ്പിൻ്റെ ഒരു 10-1 മുജാഹിദ് ബാലുശ്ശേരിക്ക് നേരെ ഉണ്ടാകുന്നില്ല. ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വളമാകുന്നത്. അതല്ലാതെ ഞാനൊരു കാര്യം വന്നിട്ട് ഇസ്ലാമിനെ പറയുന്നതിന്റെ പേരിൽ അത് ഞാൻ പറയാം അതിന്റെ റീസൺ ഞാൻ പറയാം. കാരണം മുജാഹിദ് ബാലുശ്ശേരിയിൽ നിന്ന് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല യുക്തിവാദികൾക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോമേഴ്സിന്. അതാ പറയുന്നത്, അതുകൊണ്ട് തന്നെയല്ലേ നമ്മളിത് ധൈര്യമായിട്ട് പറയുന്നത്. ബട്ട് അതായത് യുക്തിവാദികളിൽ നിന്ന് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് സോഷ്യൽ റിഫോമേഴ്സിന്. അതായിക്കൂടെ? അത് തന്നെ ഞാൻ പറഞ്ഞത്. അതായത് പറയുന്ന വ്യക്തികളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സോഷ്യൽ റിഫോമേഴ്സിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ ഈ യുക്തിവാദികൾ അത് പറയുമ്പോൾ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്? അത് ആരാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നമ്മളുടെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് യുക്തിവാദികൾ പറഞ്ഞോട്ടെ, അത് പ്രശ്നമില്ലാന്നാണ് ഞാൻ പറയുന്നത്. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദികൾ പറയുന്നത് നമ്മളത് പറയരുത് എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ്? അതായത് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് ചെയ്യല്ലോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെ അല്ലേ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ്സ് നടത്തുന്നത്, നമ്മൾ എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 3 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടുള്ള ചില ഫീഡ്ബാക്സ് ഉണ്ട്, പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത്. അതിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഓരോ ടോക്സ് നമ്മൾ നടത്താറുള്ളൂ, വെളിയിൽ ഓഫ്ലൈൻ ആയാലും ശരി ഓഫ്ലൈൻ ആയാലും ശരി. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ചൊവ അതിനുണ്ടാകണം. ആ വിഷയങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ഇത് മുസ്ലിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധനമാണ്. ഏതെങ്കിലും വിധേന അത് നേരിട്ടാവണമെന്നില്ല, ഇൻഡിറക്ട്ലിയും എത്താം. അതായത് ഒരു അമുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഇത് കേൾക്കുന്നു, അവരിലൂടെ മുസ്ലിമിലേക്ക് എത്താം. അതാണ് അതിലുള്ളൊരു സാധ്യത. 2, ഇത് കേൾക്കുന്ന ഒരു റൈറ്റ് വിങ് ആള്, വളരെ തീവ്രമായ ഹെയ്റ്റ് കൊണ്ട് നടക്കുന്ന ഒരാൾ, അയാളിത് കേൾക്കുമ്പോൾ അയാൾക്ക് എങ്ങനെയായിരിക്കും ഈ സാധനം ഉപകാരപ്പെടുക, അത് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത്, ഇത് പൊതുവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ പൊതുവെ നമ്മളുടെ മറ്റ് ഉള്ളവരില്ലാത്തവർ അവരിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ ഒരുപാട് ഒരു ധാരണ ഉണ്ടാവണം എന്താണ് ഈ സാധനം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതുമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ആ ധാരണ ഉണ്ടായാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, എങ്ങാനും ഇനി നമ്മളുടെയൊക്കെ ഈ പ്രസംഗമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം ആയാലും അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്രചരിപ്പിക്കപ്പെടുന്നൊരു ഘട്ടം വരുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവണം, ഇത് നമ്മൾ കേട്ടതാണല്ലോ, ഇത് ഇന്നതാണല്ലോ സംഗതി, ഇത് മതത്തിൽ അങ്ങനെ പറയുന്നതാണ്, എല്ലാ വിശ്വാസികൾ ഇങ്ങനെയല്ല എന്നുള്ളൊരു ധാരണയാണ് അവർക്ക് കിട്ടുക. ഇത് നമുക്ക് ഫീഡ്ബാക്ക് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ചാനലിലൂടെ, യൂട്യൂബ് കമൻസിലൂടെ. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ
മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നത് നമ്മൾ കൺസേൺ ആവണമെന്ന് പറയാറുണ്ട്. അപ്പം എനിക്കറിയില്ല, എനിക്കത് എങ്ങനെ ചിന്തിച്ചിട്ടും അത് ഈ നാസി ടൈമിൽ ജൂതന്മാർക്കെതിരെ അവിടെ നാസികൾ പറഞ്ഞ അതേ സംഭവമാണ്, ഇവർ പെരുകിയാൽ നമുക്ക് പ്രശ്നമാണ് എന്ന രീതിയാണ്. അപ്പോൾ അത്തരം ആഖ്യാനങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് എക്സ് മുസ്ലിംസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എക്സ് മുസ്ലിംസ് ഒരുപാട് പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ എല്ലാ സംഭവങ്ങളും വാലിഡ് സംഭവങ്ങൾ തന്നെയാണ്. അവരെ ഡിനൈ ചെയ്തിട്ടോ അവരുടെ പ്രശ്നങ്ങളെ ഡിനൈ ചെയ്തിട്ട് നമ്മളെന്തോ ഭയങ്കര യുക്തിവാദം, ഞാൻ എന്തോ മാന്യനായ യുക്തിവാദം എന്ന് പറഞ്ഞ പട്ട ഇട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോഗ്രസ് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിയർ പ്രോബ്ലംസ് ആർ വെരി റിയൽ, മേ ബി മോർ റിയൽ ദാൻ അതർ ഡിസ്. കാരണം മറ്റ് വിഷയങ്ങൾ അറ്റ്ലീസ്റ്റ് പറയാൻ സംഘടനകളുണ്ട്. ഇപ്പം കാസ്റ്റ് ഇഷ്യൂസും ട്രാൻസ്ജെൻഡർ ഇഷ്യൂസൊക്കെ പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ് മുസ്ലിംസിനെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ്ങർ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സംഘടനകളുണ്ട്. സോ എക്സ് മുസ്ലിംസിൻ്റെ കേസ് വളരെ റെലവൻറ്റ് ആയിട്ടാണ്. ബട്ട് സൊസൈറ്റിയിൽ ഇപ്പം മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നത് ഒരു കൺസേൺ ആണെന്നൊരു വ്യൂ ആളുകളിൽ വരുന്നുണ്ടോ എന്നൊരു എനിക്ക് തോന്നാറുണ്ട്. അതെനിക്കൊരു ഹേറ്റ് അതായിട്ട് തോന്നാറുണ്ട്. രണ്ട് രീതിയിലാണ് ഇതിനൊക്കെയാണ്. മുസ്ലിം പോപ്പുലേഷൻ കൂട്ടണം, നമ്മൾ പെറ്റ് കൂട്ടണം എന്ന ഒരു ഇൻസ്ട്രക്ഷൻ അത് ഇസ്ലാമിനുണ്ടോ ഇല്ലേ? അതുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അതുണ്ട്. ഓക്കെ, അതുണ്ട് ഒന്നത്. അപ്പോൾ നമ്മൾ പ്രസവിച്ച് സ്ത്രീകളുടെ പണി തന്നെ അതാണ്, പെറ്റ് കൂട്ടുക. അതിന് റിവാർഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെറ്റ് കൂട്ടുക എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ള ഒരു മതമാണ് ഇസ്ലാം. അതൊരു പൊളിറ്റിക്കൽ കൾട്ടും കൂടിയാണ്, നമുക്കറിയാം. അത് ആദ്യം പൊളിറ്റിക്കൽ കൾട്ടാണ്, പിന്നെയാണ് ഇസ്ലാം എന്താ പറയുക, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കൾട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി മാസ്കറേഡിങ് ആസ് എ റിലീജിയൻ, അങ്ങനെയാണ് ഞാൻ അതിനെ പറയുള്ളൂ. അതൊരു ട്രൂ റിലീജിയൻ അല്ല ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ കോർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആൾബലാണ്. അപ്പോൾ ആളുണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു ഇൻബോൺ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഹറൻറ്റ് ഒരു ആവശ്യമാണ്. അത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒന്നത്. രണ്ട്, ഈ ആൾബലം ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ ആൾബലം കൂടി വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വേൾഡ് മോഡൽസ് ഇല്ലേ? നമുക്കത് ഡിനൈ ചെയ്യാൻ പറ്റുമോ? എല്ലായിടത്തും ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലല്ലോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ ഒരു ഐ തിങ്ക് സിംഗപ്പൂറൊക്കെ എക്സാമ്പിൾസ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് 33% എങ്ങാണ്ടല്ലേ, എത്ര ശ്രാസിക്ക് വേണമെങ്കിൽ പറയാം. മുസ്ലിം പോപ്പുലേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഉണ്ടോ എന്നുള്ള ചോദ്യം അത് ഞാൻ എടുക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുമ്പോൾ അത് സൈലൻ്റ് ആണ്, അത് ഞാൻ സമ്മതിക്കുന്നു പല സ്ഥലങ്ങളിൽ. പക്ഷേ അവിടെ ഒരു കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു ബ്ലഡ് ഷെഡിൻ്റെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ അവർ പ്രശ്നമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യ, മലേഷ്യയിൽ അവരൊരു പ്രധാന പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അള്ളാ എന്നുള്ള വാക്ക്, അത് ബൈബിളിലുണ്ട്. അള്ളാ, ഗോഡ് എന്നുള്ള വാക്കിൻ്റെ സ്ഥാനത്ത് അവർ അള്ളാ എന്ന് ഉപയോഗിക്കും. അപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ കേസ് കൊടുക്കുകയും അത് വലിയ വിഷയമാവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മുസ്ലിം മെജോറിറ്റി കൺട്രി തന്നെയാണ്. പക്ഷേ ഹിന്ദുയിസത്തിലും എല്ലാ റിലീജിയനും ഇല്ല. ഇവിടെ മെയിൻ നമ്മള് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതങ്ങൾ മാറ്റി വെച്ചാലും മെജോറിറ്റി മൈനോറിറ്റിനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പോ ആരിഫ് പറഞ്ഞ കേസുകളിലൊക്കെ അതന്നെയല്ലേ നടക്കുന്നത്, അവിടെ മെജോറിറ്റി മുസ്ലിം ആണെന്നുള്ളൂ. അല്ല, ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിലൊരു വാദമുണ്ട്. അതായത് ഇന്ത്യയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിയർ മോങ്കറിങ് ഉണ്ട്. അത് ഞാൻ യോജിക്കുന്നില്ല. കാരണം പലപ്പോഴും ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല കാണുന്നത്. അതുപോലെ ഇനിയിപ്പോൾ ഈവൻ ഇസ്ലാം മതത്തിലേക്ക് കൂടുതൽ കൺവേർഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നറേറ്റീവ് ഉണ്ട്, അതും തെറ്റാണ്. കാരണം പലപ്പോഴും ഹിന്ദു മതത്തിലേക്കാണ് കൂടുതൽ കൺവേർഷൻസ് നടക്കാനായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നമുക്ക് ബീറ്റ് ചെയ്യാൻ കഴിയുന്നത് കണക്കുകൾ വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ആ ഒരു അവരെന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്നുള്ളതാണ്. ആ പേടിക്കാനുള്ള എന്തെങ്കിലും ബേസിസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പേടിക്കാനുള്ള എല്ലാ ബേസിസും ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പൊ പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. അല്ല, അതിന് ഒരു ബേസ് എനിക്ക് ആലോചിക്കാവുന്ന എന്താന്ന് വെച്ചാൽ ഹിന്ദുത്വം ഓക്കെ, ഇപ്പൊ ഒരു മെജോറിറ്റി ഉണ്ടല്ലോ, അവര് മൈനോറിറ്റിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ആ ടേബിൾ ടേൺ ചെയ്യോ എന്നുള്ള പേടിയാണ് അവർക്ക്. അല്ല, അല്ലാതെ അല്ല, അതായത് ഈ എന്താണ് മൈനോറിറ്റി സപ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് 100% റൈറ്റ് അല്ല. ഓക്കെ,
ഈ മെജോറിറ്റി എങ്ങനെയാണ് മൈനോറിറ്റീനെ ഇന്ത്യയിൽ സപ്രസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് വരുന്നത്? ഗവൺമെന്റ് സപ്രസ് ചെയ്യുന്നത്, BJP ഗവൺമെന്റ് മുസ്ലിമിനെ സപ്രസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഗവൺമെന്റ് സപ്രസ് ചെയ്യുന്നു എന്നല്ല പറയുന്നത്. മെജോറിറ്റി ഉള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഡോമിനേഷൻ കാണിക്കുന്നുണ്ട്, ഹെയ്റ്റ് ക്രൈമുകൾ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ഗവൺമെന്റിന്റെ കേസ് എന്താന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ സ്റ്റേറ്റ് എങ്ങനെ സ്ട്രക്ചർ ചെയ്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ BJP വന്നാലും ഇതിന് മോശമായിട്ടുള്ള സ്ഥലങ്ങൾ വന്നാലൊക്കെ ഒരുവിധം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ബട്ട് സ്റ്റിൽ ഹെയ്റ്റ് ക്രൈമുകൾ ഉണ്ടാവുന്നുണ്ട്. സപ്രസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുസ്ലിം പേരാണെങ്കിൽ അപ്പം തന്നെ ഇത് തീവ്രവാദിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ മാറുന്നു. ഒരു മുസ്ലിം ഒരു ക്രൈം ചെയ്യുമ്പോൾ അയാളുടെ ഭാഗത്തൊരു ബേർഡൻ വരികയാണ്, അയാൾ ടെററിസ്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ബേർഡൻ എക്സ്ട്രാ വരുന്നുണ്ട്. ഹിന്ദു ആളുകൾക്ക് ആ ഒരു ബേർഡൻ വരുന്നില്ല. മുസ്ലിം അത് വരും. ബട്ട് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം പേരുള്ള സ്ഥലങ്ങളുടെ പേരുകൾ അത് ആര് കാരണം വരുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഒരു ബോംബ് പൊട്ടി കളമശ്ശേരിയിൽ, അത് മുസ്ലിം ആണെന്ന് സംശയിക്കാനുള്ള എല്ലാ സാധ്യത ഇവിടെ ഇല്ലേ? അല്ല, നമ്മൾ ചർച്ച ചെയ്തത് ഇതല്ലേ, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സപ്രസ് ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നല്ലേ ആരിഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലേ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഹിന്ദുത്വ, റൈറ്റ് വിങ് അല്ലെങ്കിൽ ഹിന്ദു ഭീകരത എന്നുള്ള നറേറ്റീവ് നമ്മൾ കൂടുതൽ പോപ്പുലർ ആക്കിയാൽ അതിലൊരു വലിയ അപകടമുണ്ട്. എന്താണ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയണല്ലോ. അതായത് റൈറ്റ് വിങ് അപകടമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു, അതുണ്ടോ ഇല്ലേ, അത് എത്രമാത്രം ഇവിടെ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഒരു വിഷയമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. എത്ര പെർസെൻറ്റേജ് ഹിന്ദുത്വവാദികളുണ്ട്, എത്ര അതിൻ്റെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 വന്നതിന് ശേഷം കേട്ടിരുന്ന ലിഞ്ചിങ് എന്ന് പറയുന്ന വിഷയം, ലിഞ്ചിസ്ഥാൻ എന്നൊക്കെ പേരിട്ട് ഇവിടെ വിളിപ്പേര് കിട്ടിയിരുന്ന ഒരു കാര്യമാണ്. ആ സംഗതിയെ എന്തുകൊണ്ടാണ് 2019 ശേഷം നമ്മൾ അധികം കേൾക്കാത്തത്? അത് നമ്മൾ ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് അത് കേൾക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് അത് ഗവൺമെൻറ് എടുത്തു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് എടുക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഹെയ്റ്റ് ക്രൈംസ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ റൈറ്റ് വിങ് ടെററിസം എന്നുള്ള സംഗതി നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൈറ്റ് വിങ് എന്ന് പറയുന്നതിൽ രണ്ട് കൂട്ടം ആളുകളുണ്ട്. ഒന്ന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ BJP ഗവൺമെൻറ് അവർ അക്കൗണ്ടബിൾ ആണ്, ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലുള്ള റൂൾ ഓഫ് ലോ ഇതെല്ലാം പൊക്കി പിടിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയുള്ള ആളുകളാണ് അവർ. എന്നാൽ ഇതൊന്നും ഇല്ലാത്തുള്ള ഒരു കൂട്ടം ആളുകൾ വേറെ ഉണ്ട്. അവരാരാണ്? അത് കോമൺ പീപ്പിളാണ്. അവർക്ക് ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ അവരുടെ മുന്നിൽ ഒരു മുസ്ലിം വരുന്നു, അവരുടെ ഉള്ളിൽ ഹെയ്റ്റ് ഉണ്ട്, മുസ്ലിമിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇവർക്ക് വരുന്നു, അല്ലെങ്കിൽ ഇനി ഇഷ്ടം ഒന്ന് അൺപ്രൊവോക്ഡ് ആയിട്ടാണെങ്കിലും അവർക്ക് അവരുടെ ഹെയ്റ്റ് പ്രകടിപ്പിക്കാനുള്ളൊരു സാഹചര്യം വന്നാൽ അത് പ്രകടിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരെ തടയുക? അതിൽ നിന്ന് അവരെ തടയുന്നത്, നമ്മുടെ നാട്ടിലൊരു കുറ്റകൃത്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുന്നത് എന്താണ്? അത് റൂൾ ഓഫ് ലോ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ട്? അവരുടെ മോറൽ വാല്യൂസുമാണ് അവരെ തടയുന്നത്. അപ്പോൾ ഇതിൽ മോറൽ വാല്യൂസ് പ്രകാരം അവർക്ക് ഒരു ജനറലൈസ്ഡ് ഒരു സാധനം കിട്ടുകയാണ്. ഓക്കെ, നമ്മൾ തീവ്രവാദികളാണ്, അത് റൈറ്റ് വിങ് ടെററിസം ഉണ്ട്, അത് നമുക്ക് അങ്ങനെയുള്ള വയലൻസ് ഞങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടുകയാണ്. ഒരു മോബ് സൈക്കോളജി പോലെ അത് അവിടെ ഓൾറെഡി അവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു എയർ അവർക്കുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്പാർക്ക് മതി അവർക്ക് ഈ ആൾക്കൂട്ട മർദ്ദനോ ഇതുപോലുള്ള സാധനങ്ങളോ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താ അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? അവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതേസമയം മോദിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഇനി അതേപോലെ ഏതെങ്കിലും ഇപ്പോൾ ഇനി മോഹൻ ഭഗവതിൻ്റെ മുന്നിലോ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ തടയുന്നത് അക്കൗണ്ടബിലിറ്റിയും ഇതുപോലുള്ള ചില ബോധ്യങ്ങളും റൂൾ ഓഫ് ലോ അതുപോലുള്ള കാര്യങ്ങളാണ് അവരതിൽ നിന്ന് തടയാം. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഓരോ വിഷയത്തിലും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിത് പറഞ്ഞ് കൂടുതൽ പ്രചാരണം കൊടുക്കും തോറും ഈ കോമൺ പീപ്പിളിനകത്ത് അവർക്ക് ഇത്തരത്തിലുള്ള വയലൻസ് സ്വന്തം കൈകൊണ്ട് എടുക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രചോദനമാണ് അവിടെ കൊടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫാക്ട് ബേസ്ഡ് അല്ല പലപ്പോഴും ഇത് പറഞ്ഞു വെക്കുന്നത്. അതാണ് അതിലൊരു പ്രധാന കാരണം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാം ആരിഫ്, ഈ സെയിം റീസണിങ് ഇസ്ലാം വിമർശിക്കുന്നവരോടും പറയാൻ പറ്റും. നിങ്ങൾ ഈ ഇസ്ലാം പ്രശ്നമാണെന്ന് പറയും തോറും ഈ സൈക്കോളജിയാണ് അവിടെ അവർക്ക് വരുന്നതെന്നും അതുകൊണ്ടാണ് തീവ്രവാദികൾ ഉണ്ടാവുന്നത് എന്നുള്ള സെയിം റീസണിങ് വെക്കാൻ പറ്റും.
പറയാൻ പറ്റും. പക്ഷേ നമ്മളവിടെ കാണുന്നത് എന്താണ്, അത് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിലാണ് അവരവിടെ നടക്കുന്നത്. അതായത് അവർ ക്രൈം ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ അവരെ മുന്നിൽ നിന്ന് പറയുന്നത്. ഇവിടെ അതല്ലേ നടക്കുന്നത്. ഇവിടെയും ക്രൈം ചെയ്തിട്ടല്ലേ ക്രൈം ചെയ്യുന്നോണ്ടാണ് അവരെ കോൾ ഔട്ട് ചെയ്യുന്നത്. നമ്മള് അല്ല, നമ്മളിവിടെ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാകും, നമ്മളിവിടെ പറയുന്നത് റൈറ്റ് വിങ് വളരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇസ്ലാമിന്റെ കാര്യത്തിൽ പറയുന്നത് ഇസ്ലാം വളർന്നു, അത് പ്രശ്നമായി, ബോംബ് പൊട്ടിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മറ്റൊന്ന്, ഇത് വളരുന്നു, അത് കൂടുതൽ കുഴപ്പമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ഔട്ട് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. അതിന് നമ്മൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന സംഗതികളാണ് ഈ ഹിന്ദു റൈറ്റ് വിങ്ങിന്റെ ഭാഗത്ത് നമ്മൾ എടുത്തു വെക്കുന്നുള്ളൂ. അത് കമ്പറബിൾ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അതുകൊണ്ടാണ് നമ്മളത് പറയുമ്പോൾ ഞാൻ സംഖ്യയാണ് എന്നുള്ള തോന്നൽ അവിടെ വരുന്നത്. ഇനി ഈ ചോദിച്ച ചോദ്യം കൂടി പറയാം. അതായത് ഒരു ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ അത് മുസ്ലിമാണ് എന്ന് സംശയിക്കാനുള്ള എല്ലാ വകുപ്പും അത് ആര് കാരണമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചോദിക്കണ്ടേ. അതിന് മുസ്ലിമിന് പങ്കുണ്ടോ ഇല്ലേ, ഇസ്ലാമിന് പങ്കുണ്ടോ ഇല്ലേ? അത് ജസ്റ്റിഫൈഡ് ആണെന്നാണ് ആരിഫ് പറയുന്നത്. ജസ്റ്റിഫൈഡ് ആണെന്നല്ല പറയുന്നത്, ജസ്റ്റിഫൈഡ് ആണെന്നല്ല ഞാൻ ചോദിക്കുന്നത്. ആ സംശയിക്കാൻ, അത് മുസ്ലിം ആണ് എന്ന് സംശയിക്കാനുള്ള ഒരു സാധ്യത അതിവിടെ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള എല്ലാ കാരണങ്ങളും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ജസ്റ്റിഫിക്കേഷൻസ് ഉള്ള സ്ഥലത്തല്ലേ ജീനോസൈഡ്സ് നടക്കുക? ഞാൻ പറയുന്നത് അങ്ങനെ ജനോസൈഡ് നടക്കോ ഇല്ലയോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സിമ്പിൾ എക്സാമ്പിൾ, അതായത് കളമശ്ശേരി സ്ഫോടനം, അതുണ്ടായ സമയത്ത് അത് കാക്കാനായിരിക്കും എന്ന ഒരു തോട്ട് ആളുകളെ മനസ്സിലേക്ക് പോയിട്ട്, അതായത് ഇനി ഒന്നുകൂടി എക്സാമ്പിൾ വേറെ പറയണമെങ്കിൽ എന്താണ്, ചേക്കിൽ ഒരു കളവ് നടന്നാൽ അത് മീശമാധവനായിരിക്കും എന്ന് എന്തുകൊണ്ടാണ് ആളുകൾ സംശയിക്കുന്നത്? സ്ഥിരം അങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ അത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് ആ പ്രശ്നം കൂടുതൽ ദോഷകരാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന് അത് ഒരു സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയുണ്ട്, ജിഹാദ് എന്ന് പറയുന്നത്. അതവർ ചെയ്യുന്നു. അത് ഇപ്പോൾ ഈവൻ തക്കിയ പോലുള്ള സംഗതികൾ എംപ്ലോയ് ചെയ്തുകൊണ്ട് അവർ നമ്മളെ കൂടെ നടക്കുന്ന ആൾ, മുസ്ലിമായിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മളെ കൂടെയുള്ള ആൾ, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫാറൂഖിനെ കൊന്നത് കൂട്ടുകാരനാണ്, അറിയോ? അല്ല, അപ്പൊ അവസാനം ആരിഫ് പറഞ്ഞ എന്തായാലും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ എനിക്കൊരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട്, അവരെന്തായാലും തീവ്രവാദികളൊന്നല്ല. അല്ല, പക്ഷെ അല്ല എന്ന് ആര് തീരുമാനിക്കും? എങ്ങനെ പ്രൂവ് ചെയ്യും? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ല എന്ന് അവരെ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ വിശ്വസിച്ചിട്ട് നടക്കുക? ലൈക്ക് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കൂടെ? അതാണ് നമ്മൾ ഇസ്ലാമിന്റെ ഭാഗത്തുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്, അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എന്റെ ഒരു വിമർശനം അതായത് നമ്മുടെ കൂടെ തീവ്രവാദിയാവാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഐ മീൻ ഇത് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടി വരുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. ദാറ്റ്സ് ഫൈൻ. ഐ മീൻ ആരിഫ് പറയുന്നു. പക്ഷെ എനിക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെൻ വി ആർ ഇത് പറയാതെ നിവൃത്തിയില്ല. ദിസ് ഈസ് ദ റിയൽ എലിഫന്റ് ഇൻ ദ റൂം. ഓക്കേ, ആയിക്കോട്ടെ അല്ലാതെ പറയുന്നതന്നെയല്ല, ഞാൻ പറയണ്ടെന്ന് പറഞ്ഞില്ലേ. ദിസ് ഈസ് ദ റിയൽ എലിഫന്റ്. ഇത് നമ്മള് ഞാൻ പറയാം. ആയിക്കോട്ടെ ആണ്. അല്ല, അതല്ല ഞാൻ പറയാം. എന്റെ ഒരു പോയിന്റ് ഒരു ഉദാഹരണം കൂടി തരാം. ഓക്കെ, അതായത് ഇസ്ലാമിലൊരു കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ റാസിക്ക് നന്നായിട്ട് അറിയും എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൽ. പ്രതീക്ഷണം അറിയാലോ. നമ്മളത് നബി മാതൃക ഉണ്ടോ എന്ന് നോക്കിയിട്ടാ ഇസ്ലാം എങ്ങനെയാണ് അത് ചെയ്യാൻ പറയുന്നത്, അങ്ങനെ നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാം പറഞ്ഞ അതേപോലെ ജീവിക്കുന്നവരല്ല എന്നുള്ളതാണ്. ശരി, പക്ഷെ ഏത് മുസ്ലിമാണ്? എന്റെ ബാറ്ററി തീർന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്തോ. നമുക്കെന്താ 3 മിനിറ്റിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരാത്തത് എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ അഭിപ്രായത്തില് നമ്മളെ നിലവിൽ എന്തായാലും ഇസ്ലാം 100% അതേപോലെ പിൻപറ്റുന്നവര് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ മൊറാലിറ്റി ഇത്രക്കും ഒരു പ്രോഗ്രസ് ആയി ഓൾറെഡി ഇത്രയും പ്രോഗ്രസ് ആയി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് അല്ല മുസ്ലിമുകൾക്കിടയിൽ. ഞാൻ പെർസെന്റേജ് പറയാം. അതായത് 60% മുസ്ലിങ്ങൾ അഴകുഴമ്പൻ വിശ്വാസികളാണ്. ഓക്കെ, 60% കൂടുതലാണെന്നാണ് ഞാൻ പറയണത്. ആ 60% ഞങ്ങള് തീവ്രവാദികളല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട ബേർഡൻ ആണ് അവരുടെ മേത്ത് വരുന്നത്.
ഞാൻ പറഞ്ഞുതരാം. 60% അഴകുഴമ്പൻ വിശ്വാസികളാണ്, 10% തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെന്ന് നമുക്ക് വിളിക്കാം. അതിൽ ഒരു 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും. ഒരു ബാക്കി 9% ആളുകൾ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ കൊണ്ട് നടന്ന് ഇവിടെ ഡെമോക്രസി വേണ്ട, ഇവിടെ ശരിയായ ഭരണം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഡെമോക്രസി പാടില്ല, സെക്കുലറിസം വേണ്ട. എൻ്റെ കൂടെ നടന്നിരുന്ന ആളുകൾ ഇതുപോലെ മറ്റു മതവിശ്വാസികളുണ്ട്. അവരെയൊക്കെ തക്കം കിട്ടിയാൽ അവരെ നമുക്ക് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ആളാണ്. അപ്പോൾ ഒരു 10% അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു 30%. ഈ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എന്താ പറയുക, റാഡിക്കലൈസിങ് സ്റ്റേജിലാണ് അവർ. എന്ന് വെച്ചാൽ അണ്ടർ ദ പ്രോസസ് അവർ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഓക്കെ, ഇത് അവർ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നുകിൽ അവർ ഈ പറയുന്ന 10%ലേക്ക് പോകും, അതല്ലെങ്കിൽ അവർ ഇസ്ലാം മതം വിടും, അതും അല്ലെങ്കിൽ അവർ സൈലൻ്റായിട്ട് തിരിച്ച് ഈ സൈലൻ്റായിട്ട് ഈ അഴകുഴമ്പൻ വിശ്വാസിയായിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കും. ഇതാണ് സംഭവിക്കുക. അപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ 60%-നകത്തുള്ള ആളുകളെയും കൂടിയാണ് ഈ 10% ബാധിക്കുന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ബോംബ് പൊട്ടുമ്പോൾ ഇത് മുസ്ലിം ആണോ, ഈ 60%-ൽ പെട്ട ആളുടെയും ബാധ്യതയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് ആരാണ്? അത് ഈ 10% ആണ്. ഒന്നത്. രണ്ട്, ഈ 10% ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓപ്പണായിട്ട് തള്ളി പറയുന്നില്ല എന്നുള്ളത് പോട്ടെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും വന്ന് ഞാൻ തള്ളി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവരെ പരോക്ഷമായിട്ട് ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിൻ ലാദൻ ഇവിടെ കൊല്ലപ്പെട്ട സമയത്ത് എൻ്റെ മഹല്ല് പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടന്നതാണ്. ഓക്കെ, അത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നടന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അന്ന് മയ്യത്ത് നിസ്കരിച്ച ആളുകളുണ്ട്. അന്ന് അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇപ്പോൾ ഹമാസിനെ താലോലിക്കുന്ന ആളുകളില്ലേ, ഹമാസ് ചെയ്ത കാര്യം അതൊരു ടെററിസം ആണെന്ന് സമ്മതിക്കാത്ത മുസ്ലിങ്ങളില്ലേ? എന്തുകൊണ്ടാണ് അവർക്കത് സാധിക്കാത്തത്? എന്താണ് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്നത് ഒരു ജനോസൈഡ് കോളാണെന്ന് എത്ര മുസ്ലിങ്ങൾ സമ്മതിക്കും? അത് ജനോസൈഡ് കോളാണെന്ന് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എനിവേ, ഞാൻ മെയിൻ പോയിന്റ് ചോദിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദുക്കളിലും ഒരുപാട് പേര് ഇന്ത്യയിലെ സെക്യുലറിസം എടുത്തു കളയണമെന്നും ഇവിടെ രാമരാജ്യാക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന അറ്റ്ലീസ്റ്റ് 10% അവിടെ അല്ലേ എന്ന് വെച്ച് നമ്മളെ കൂടെ നടക്കുന്ന ഹിന്ദുക്കളെ നമ്മള് ഓക്കെ ഇവൻ അതാണ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം രാമരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ ആ രാമരാജ്യം സെക്യുലർ ആയിരിക്കുമെന്ന് തന്നെയാണ് അവർ വാദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. അവര് സെക്യുലറിസം എടുത്ത് കളയണം എന്നാണ് പറയുന്നത്. അത് എടുത്ത് കളഞ്ഞിട്ട് എന്ന് അത് വരും. അത് മുസ്ലിമുകൾ പറയണ പോലെ മുസ്ലിമുകൾ പറയും അവരെ ശരിയാ എന്ന് പറഞ്ഞ ഭരണം സെക്യുലർ ആണെന്ന് പറയും. അതവർ പറയില്ല. ബെസ്റ്റ് ആണെന്നല്ല പറയുന്നത്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണെന്ന് ഒരിക്കലും പറയില്ല. വി വാണ്ട് ശരിയ, വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അതെ, അതന്നെയാണ് പറയാ. പക്ഷെ രാമരാജ്യം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ അവരോട് ഡിഫൈൻ ചെയ്യാൻ പറയൂ. അത് ഏറ്റവും നല്ല ഭരണമായിട്ടാണ് അവർ പറയുക. അതിൽ മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ഉണ്ടാവും തന്നെയാണ് അവർ സമ്മതിക്കുക. അവിടെ നിങ്ങൾ അതായത് രാമന്റെ അല്ല ഗാന്ധിജിയുടെ രാമൻ ഓക്കെ ആണെന്ന് തന്നെയാണ് അവർ സമ്മതിക്കുക. അത് അവർ പറഞ്ഞ എന്ത് ചെയ്യും? ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞു ഗാന്ധിജിയുടെ രാമൻ ഓക്കെ ആണെന്ന്. ആ ലെവലിലേക്ക് ഇവിടുത്തെ റൈറ്റ് വിങ് വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? പക്ഷെ ഇവിടുത്തെ റൈറ്റ് വിങ് അങ്ങനെയല്ലല്ലോ പോകുന്നത്. ഇവിടുത്തെ റൈറ്റ് വിങ് ഓക്കെ അവരെ വിശ്വാസമുള്ളവരും അതേപോലെ ഹൈലി നാഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽസും മാത്രം ഇന്ത്യയിൽ മതി എന്നുള്ള രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു മിനിറ്റ്, സമ്മതിച്ചു, അവർ അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ആ സോഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ശരിയല്ല, ഡെമോക്രസി വേണം, സെക്യുലർ ആകണം, ഗാന്ധിയുടെ രാമനാണെങ്കിൽ ഓക്കെ ആണെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗിൽ ഈ ഹിന്ദുത്വവാദികൾ റൈറ്റ് വിങ്ങുകാർ എങ്ങനെയാണോ പട്ടേലിനെ സ്വന്താക്കിയത്, എങ്ങനെയാണോ ഗാന്ധിജിയെ ഏറ്റെടുത്തത്, സമാനമായ രീതിയിൽ ഗാന്ധിയുടെ രാമനെയാണ് ഇനി ഞങ്ങൾ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ആ വാദം അംഗീകരിക്കും അപ്പോൾ? എന്നുവെച്ചാൽ അവര് പറയാണ് ഹൈലി സെക്യുലർ ആണ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു വാദമുണ്ട്, മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് BJP ഗവൺമെന്റിൽ മുസ്ലിങ്ങളില്ല എന്നുള്ളതാണ്, മുസ്ലിം MP-മാരില്ല എന്നുള്ളതാണ്. വളരെ ബാഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. എനിക്ക് തോന്നുന്നു മുസ്ലിം വിരുദ്ധത ഉണ്ടോന്ന് നോക്കേണ്ടത് എന്റെ ഒരു പോയില് ഒരു സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടോ നോക്കേണ്ടതാണ്. ലൈക്ക് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് കൊലകൊമ്പൻ യുക്തിവാദികൾ എന്നെ വിമർശിക്കുന്ന സമയത്ത് വെച്ച ആർഗ്യുമെന്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതാ പറയുന്നത്, ഇതുപോലുള്ള ആർഗ്യുമെന്റ് ആണല്ലോ അവർ വെക്കുന്നത്. അവർ പറഞ്ഞൊരു കാര്യമാണത്, മുസ്ലിം BJP മുസ്ലിം വിരുദ്ധതയുണ്ട് എന്നുള്ള എക്സാമ്പിൾ ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, BJP ഗവൺമെന്റിൽ മുസ്ലിം വന്നാൽ BJPക്ക് മുസ്ലിം അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിന് മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് അവർ പിൻവലിക്കോ? അങ്ങനെ പറയുന്നവർ അത് പിൻവലിക്കണം. പക്ഷേ എൻ്റെ പോയിന്റ് വെച്ചാൽ മുസ്ലിം വിരുദ്ധത ഉണ്ടോ എന്ന് നമ്മൾ, അല്ലെങ്കിൽ കൾച്ചറൽ വിരുദ്ധത ഉണ്ടോ ആ സമൂഹത്തിൽ എന്ന് നമ്മൾ നോക്കേണ്ടത് ചില മാനദണ്ഡങ്ങൾ. ഒന്ന്, ലൈക്ക് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിയും അവരുടെ കൾച്ചറൽ ഹിസ്റ്ററിയും എപ്പോഴും ഈവിലാണ് എന്നൊരു നറേഷൻ ആയിരിക്കും അവിടെ ഉള്ളത്. ഉദാഹരണത്തിന് അവരുടെ എന്താ പറയുക, രാജാക്കന്മാരൊക്കെ മോശമായിരുന്നു, അവർ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അങ്ങനെയുള്ള ആ നറേഷൻസ് ഹിസ്റ്റോറിക്കലി, കൾച്ചറലി, ആർട്ടിസ്റ്റിക്കലി സൊസൈറ്റിയിലേക്ക് വരിക. അപ്പോൾ സിനിമകളും ആ സംഭവം വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. രണ്ടാമത്തേത് അവരുടെ കൾച്ചറലി സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ എടുത്തു മാറ്റുക. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഈ പ്രയാഗ്രാജ്, അലഹബാദ് എന്നുള്ളത് പ്രയാഗ്രാജ് ആവുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെ ആവുന്നു. പിന്നുള്ളത് ഇവർക്ക് ഒരു എക്സ്ട്രാ ബേർഡൻ വരിക, അതായത് ഇവർ ഇന്നസെൻ്റ് ആണ് എന്നൊരു എക്സ്ട്രാ ബേർഡൻ ഇവർക്ക് വരിക, മറ്റുള്ളവർ ഇന്നസെന്റ് ആണോ ഇല്ലോ എന്നുള്ളത്. ഇപ്പൊ ആരിഫ് പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ആളുകളും നടക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ തീവ്രവാദി അല്ലാന്ന് തെളിയിക്കാനുള്ള ഒരു എക്സ്ട്രാ ബാഗേജ് വരിക. അപ്പൊ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അപ്പൊ ആ ബാഗേജ് ഉണ്ട് എന്ന് നമ്മൾ പറയുകയും അത് നമ്മൾ സമർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഇവിടെ ബേസിക് ഭരണഘടനാ മൂല്യമായ ഡിഗ്നിറ്റി, ഇക്വാലിറ്റി ഓഫ് ലൈഫും ഡിഗ്നിറ്റിയും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു ഇമ്മോറൽ സൊസൈറ്റിയാണ് എന്ന് മാത്രമല്ല, ഐ ബിലീവ് അങ്ങനെ ഒരു സൊസൈറ്റി ഏത് നിമിഷവും ജീനോസൈഡിന്റെ ഒരു മൊമെന്റിലാണ്. അത് ചിലപ്പോൾ ഇന്ന് 5 കൊല്ലത്തിലായിരിക്കും, 10 കൊല്ലത്തിലായിരിക്കും, 15 കൊല്ലത്തിലായിരിക്കും. അതാണ് എൻ്റെ ഒരു കാര്യം. ഇസ്ലാമിലെ തന്നെ കൊലകൊമ്പൻ നേതാക്കൾ തള്ളിക്കളഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇതൊക്കെ നമ്മൾ എക്സാജറേഷൻ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുസ്ലിം വിരുദ്ധത ഉണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൽ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട്. അതിനെ ആരാണ് ഫോളോ ചെയ്യുന്നത്, ആരാണ് ഫോളോ ചെയ്യാത്തത് നമ്മൾ നോക്കണം. അതുപോലെ ഈ ഡെമോക്രസിയും അതുപോലെയുള്ള സെക്യുലറിസത്തെ ആരാണ് പൊക്കിപ്പിടിക്കുന്നത് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വെറുതെ നമ്മളൊരു ഹിന്ദു താലിബാൻ ആകും എന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എക്സാജറേഷൻ ആയിട്ട് എനിക്ക് തന്നെ കാണാൻ കഴിയുള്ളൂ. അതൊന്നും ഒരു റിയലിസ്റ്റിക് അല്ല, ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഹിസ്റ്ററിയിൽ ഇങ്ങനെ നടന്നിട്ടുള്ള ഹിസ്റ്ററി അതേപോലെ റിപ്പീറ്റ് ചെയ്യോ? ഹിസ്റ്ററി അതുപോലെ തന്നെ എല്ലാ ജെനോസൈഡിലും ആരിഫിന്റെ ആർഗ്യുമെന്റ് തന്നെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിം മെജോറിറ്റി വന്നു കഴിഞ്ഞാല് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്. അതായത് പുതിയ പുതിയ ഇവന്റ്സ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഇസ്ലാമിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും വരുന്നല്ലേ? അല്ല, ഇപ്പൊ നിങ്ങളൊരു പ്രോഗ്രാം എഴുതി വെച്ചിട്ട് ഒരു പുതിയ പ്രോബ്ലം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അവിടെ നിങ്ങൾ ഈ പ്രോഗ്രാം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടുമെന്ന് ഒരു കാറ്റലോഗ് ഉണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നതാണോ അതോ നിങ്ങൾ ആ പ്രോഗ്രാം അപ്ലൈ ചെയ്തിട്ട് ആ ഔട്ട്കം നിങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ലേ, ഹിസ്റ്ററി നടന്നത് ഇവന്റ് റിപ്പീറ്റ് ആവല്ലേ? റിപ്പീറ്റ് ചെയ്യുന്നത് ആ ഇവന്റ് അവിടെ റീക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ആ സാധനം ഔട്ട്കം അവിടെ ബോധപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പൊ ആരിഫ് ഒരു കാറ്റലോഗിന്റെ എക്സാമ്പിൾ ആണ്, കാറ്റലോഗ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ ഈ കാറ്റലോഗ് ഇത്ര കാലം ഉണ്ടായിട്ടും ഹിസ്റ്റോറിക്കലി ചില ഭാഗങ്ങളിൽ മാത്രമേ അതിന്റെ എഫക്റ്റ് വരുന്നുള്ളൂ, എല്ലായിടത്തും വരുന്നില്ല. കാറ്റലോഗ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ, ചിലവരല്ലേ ആവണുള്ളൂ. എന്ന് വെച്ചാൽ ആ എക്സാക്ട് റൈറ്റ് സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും അതിലുണ്ട് തന്നെയല്ലേ അതിൽ വരുന്നത്. അത് അവർ ഫോളോ ചെയ്യുന്നു. ആ ഓരോ സ്റ്റെപ്സും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് പേടിക്കാനുള്ള എല്ലാ സാധ്യതയില്ലേ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ഇപ്പോൾ 3 മണിക്കൂറായി. മേ ബി വി ക്യാൻ നമുക്കൊരു വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഈ ടോപ്പിക്കിൽ വെക്കേണ്ടി വരും. അതെ അതെ, കാരണം ഇവിടെ 3 മണിയായി. ഞാൻ രാവിലെ എണീറ്റിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയി,
അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഇവിടെ ഇരിക്കണത്. അതെ. ഇപ്പൊ 3 മണി. സോ ഗുഡ് ഡിസ്കഷൻ. അറിയില്ല ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോന്നും അറിയില്ല, ബോറിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ സാധ്യത ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. സോ എനിക്ക് ഈ ഇങ്ങനത്തെ ഡിസ്കഷൻസ് വളരെ ഡേറ്റ വെച്ചിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യണമെന്നുണ്ട്. എനിക്കത് ക്യാൻസൽ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ക്യാൻസൽ ചെയ്യണമെന്നോ അങ്ങനെ പറയുന്നുണ്ട്. ക്യാൻസൽ ചെയ്യണം, ആരിഫിനെ ക്യാൻസൽ ചെയ്യുമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒപ്പീനിയൻ ഒന്നുമില്ല. എനിക്ക് ആരിഫിന്റെ പല വ്യൂസിനോട് അഗ്രിമെന്റ് ഉണ്ട്, പല വ്യൂസിനോട് ഡിസഗ്രിമെന്റ് ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ആരിഫ് ഷുഡ് ബി ക്യാൻസൽഡ് എന്നാണ് എൻ്റെ ഒരു വ്യൂ. നമുക്ക് നോക്കാം ക്യാൻസൽ ചെയ്യാതെ തന്നെ കാര്യം നടക്കുമെന്ന്. ശരി, ഓക്കെ എന്നാ ശരി. ഓക്കെ താങ്ക് യു. താങ്ക്സ് ആരിഫ് ഫോർ കമ്മിങ്. ഇനിയും വരിക ലൈവിൽ. ബൈ ബൈ.